എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. जल्दी से जल्दी आने वाला प्रभु यीशु मसीह के नाम में सभी प्रियजनों को प्रेम का वंदना. കർത്താവിന്റെ വലിയ കൃപയാൽ ഒരു പുനരുത്ഥാന ദിവസം കൂടി നമുക്ക് ഈ വണ്ണം കൂടി വരുവാൻ കർത്താവ് സഹായിച്ചതിനായി കർത്താവിനെ സ്തുതിക്കുന്നു. प्रभु का दया से प्रभु ने हमको और एक पुनरुत्थान का दिन दिया ताकि भाई लोग इस तरह इकट्ठा हो सके. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്നതും ഈ നിലയിലെങ്കിലും നമുക്ക് ഒന്ന് കാണുവാൻ, ഇങ്ങനെ കണ്ടു കാണലും കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് അവസരം ഒരുക്കിയതിനായി കർത്താവിനെ വീണ്ടും സ്തുതിക്കുന്നു. और मैं प्रभु को धन्यवाद देना चाहता हूँ कि प्रभु ने हमको इस तरीके से इकट्ठा किया, इस रीति से हम सब लोगों को साथ में किया ताकि भाइयों के साथ इस तरह का संगति हम कर सके. ഇങ്ങനെ ഒരു സാധനം ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെയും നമുക്കൊന്ന് പരസ്പരം കാണാൻ കഴിയും. अगर इस तरह का वस्तुएं या चीजें अगर नहीं होता तो हम लोग इस तरह संगति करने नहीं हो पाता था. എന്നാൽ ദൈവം അതിനുവേണ്ടിയും നമുക്ക് മുഖാന്തരം ഒരുക്കി തന്നു. लेकिन प्रभु उसके इस वस्तुओं के द्वारा भी प्रभु ने हमको एक मौका दिया. അനേക പ്രതികൂലങ്ങളുടെ മധ്യത്തിലൂടെയാണ് പല വിശുദ്ധന്മാരും കടന്നു പോകുന്നത്. क्योंकि हम जानते हैं सभी पवित्र जन अलग अलग परिस्थितियों से जा रहे हैं. എങ്കിലും നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ കൂടി വരുമ്പോൾ എന്തൊരു സന്തോഷമാണ്. लेकिन फिर भी हम प्रभु की उपस्थिति में इकट्ठा होते समय में बहुत आनंद की बात है. ഞാൻ ഓരോരുത്തരെയും അവരുടെ മുഖം ഞാൻ ഇതിലൂടെ കണ്ടപ്പോൾ അവര് യഥാർത്ഥത്തില് ആത്മാവിൽ സന്തോഷിക്കുന്നത് കണ്ടപ്പോൾ വളരെ കർത്താവിനെ സ്തുതിക്കുവാനിടയായി. मैंने जब आप लोग का चेहरे को देखा और वो चेहरे में आनंद और मसीह में भरा हुआ करके देखा तो मैं प्रभु में बहुत खुश हो गया. ഞാനൊരു അരമണിക്കൂർ മുൻപ് പോലെ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. और मैं आधा घंटे पहले से ही मैं आप लोगों का इंतजार कर रहा हूँ നിങ്ങളുടെ എല്ലാ മുഖം ഒന്ന് കാണുവാൻ, ताकि मैं सब लोगों का चेहरा देख सकूं. നിങ്ങൾ എങ്ങനെ ആയിരിക്കുന്നു എന്ന് നിങ്ങളുടെ മുഖഭാവം കാണുമ്പോൾ ഏകദേശം മനസ്സിലാവും. क्योंकि आप लोगों का अवस्था क्या है, परिस्थिति किस परिस्थिति में है, आपका चेहरे को देखकर थोड़ा अंदाजा लगा सकता हूँ. നിശ്ചയമായിട്ടും അനേകരും പല വിധത്തിലുള്ള പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടോടെ കടന്നു പോവുകയാണ്. और अब ये बात तो सच है, हम लोग सब लोग अलग अलग परिस्थितियां और तकलीफ अवस्थे से हम जा रहे हैं. എങ്കിലും നിങ്ങൾ ആത്മാവിൽ സന്തോഷമുള്ളവരാണ്, നിങ്ങൾ യഥാർത്ഥത്തിൽ ജയാളികളായി ജീവിക്കുന്നുവെന്ന് നിങ്ങളുടെ മുഖം കാണുമ്പോൾ അതിലൂടെ ഒരു വലിയ സന്തോഷവും സംതൃപ്തിയും പ്രാപിക്കാൻ ഇടയാകുന്നതായി അതിനായി കർത്താവിനെ സ്തുതിക്കുന്നു. लेकिन आप लोगों का चेहरा देखकर वो चेहरे में खुशी और एक विजय जीवन का आनंद आप लोग में देखने की वजह से मैं अपने में बहुत खुश होकर मैं प्रभु को मैं बहुत धन्यवाद देता हूँ कि ऐसा अवस्था प्रभु ने तैयार किया. നമുക്ക് ഇതുവരെയും കർത്താവ് അവസരം തന്നു. प्रियो, अभी तक प्रभु ने हमको मौका देते जा रहा है. ഇനി നമുക്ക് എത്ര അവസരം കൂടി ലഭിക്കുമെന്നൊക്കെ അറിഞ്ഞുകൂടാ. अभी आगे कितना मौका रहेगा हम नहीं जानते. എന്നാൽ നമ്മൾ ഇന്നലേക്കാൾ ഇന്ന് നമ്മുടെ കർത്താവിന്റെ വരവിലേക്ക് ഒരു ദിവസം അടുത്തിരിക്കുന്നു. लेकिन हम लोग आज का दिन में कल से भी ज्यादा आज का दिन में प्रभु का आगमन में हम लोग और निकट पहुंच चुके हैं. അപ്പോൾ അതിന് തക്കവണ്ണമുള്ള ഒരു ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ നടക്കണം. इसके लिए उस हिसाब से हमारा तैयारी होना जरूरी है. നമ്മൾ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ എങ്ങനെ ക്രിസ്തുവിൽ വളരണം എന്നുള്ള ആ ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. हम लोग प्रभु के जन किस तरह प्रभु के आगमन के विषय में तैयार बने रहना है कि आप देख रहे थे. നമ്മളെല്ലാം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുക. हम लोग सब लोग प्रभु के वचन के आधार पर अपने आप को परख रहे हैं. നമ്മൾ വളരെ ദിവസങ്ങളായി ത്രികാല രക്ഷയെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. हम लोग काफी दिनों से हम लोग त्रिकाल उद्धार में हम लोग इसमें पढ़ रहे थे. കർത്താവ് സഹായിച്ചാൽ ഇന്ന് ആ ക്ലാസ് ഒന്ന് കൺക്ലൂഷൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക. प्रभु का अगर इच्छा हो तो आग्रह हो तो आज उस विषय में मैं पूर्ण रीति से उसको समाप्त करने का कंक्लूड करने का मैं आग्रह रख रहा हूँ. അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ഒരല്പം സ്പീഡിൽ പോയെന്ന് വരാം. इसलिए शायद थोड़ा स्पीड में जाएंगे. എനിക്ക് അങ്ങനെ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ പലർക്കും എന്നെ ഫോളോ ചെയ്യാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. मैं जानता हूँ मैं थोड़ा स्पीड में जाएगा तो थोड़े लोगों को तकलीफ होता है. എന്നാൽ അവരെല്ലാം കവർ ചെയ്ത് പോകാനായിട്ട് വളരെയധികം പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവത്തിലായിരിക്കാം. लेकिन बहुत से विषय है, सभी विषयों को लेना है, समझना है. इसलिए सभी भाई बहन लोग प्रार्थना में रहे, सब लोगों को साथ में लेकर सम्मिलित करके ये आधार पर वचन बांट रहा हूँ. അപ്പോൾ നമുക്ക് ഈ ത്രികാല രക്ഷയുടെ എന്ന് പറയുന്നത് ഇന്ന് അനേകർക്കും മറഞ്ഞിരിക്കുന്ന ഒരു വലിയ സത്യമാണ് ഈ ത്രികാല രക്ഷ എന്നുള്ളത്. तो ये त्रिकाल उद्धार करके जो बोलते समय बहुत बड़ा मर्म है जो बहुत से लोगों को अभी भी छुपा हुआ बात है. അപ്പോൾ നമുക്ക് അതിനെ ഒന്നുകൂടെ കർത്താവ് പ്രകാശിപ്പിച്ചു തന്നതിനായി കർത്താവിനെ സ്തുതിക്കുന്നു. और मैं प्रभु को धन्यवाद देता हूँ कि प्रभु आपने हमको उस विषय में थोड़ा और प्रकटीकरण दिया. നമ്മൾ ജയാളികളായി തീരണം എന്നുള്ളതാണ് കർത്താവിന്റെ ആഗ്രഹം. परमेश्वर का आग्रह यही है कि हम विजय बने. അപ്പോൾ ജയാളികളായി തീരേണ്ടതിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വശമാണ് നമ്മുടെ പ്രാണന്റെ രക്ഷ എന്നുള്ളത്. അതിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കൂടുതൽ ഊന്നൽ കൊടുത്തത്. और उस विजय का उस रहस्य में विजय जीवन जीने का उस लक्ष्य में हम आगे बढ़ते समय में एक विजयशाली होकर स्वर्ग में अगर हमको मिलना है तो उसके आधार जो प्राण का उद्धार है उसी में हम लोग ज्यादा जोर दे रहे थे इन दिनों में. അപ്പോൾ ക്രിസ്തുവിന്റെ രക്ഷണീയ വേല ഒരിക്കൽ പൂർത്തീകരിക്കപ്പെട്ട വേലയാണ്. प्रभु का जो उद्धार का जो क्रिया है वो पूर्ण रीति से संपूर्ण हो चुका है. എന്നാൽ അപ്പോൾ തന്നെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന വേലയാണ്. लेकिन उसी के साथ साथ अभी भी
हमारे अंदर वो कार्य चलते जा रहा है അപ്പോൾ തന്നെ ഇനി ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നതുമാണ്. और उतना ही नहीं उसी कार्य के द्वारा अभी भविष्य में भी उसको पूर्णता में पहुंचने वाला है. നിങ്ങൾ ശ്രദ്ധിക്കണം. आप लोग समझना आराम से. കർത്താവായ യേശുക്രിസ്തുവിന്റെ വേല ഒരിക്കൽ പൂർത്തീകരിക്കപ്പെട്ട വേലയാണ്. हाँ, प्रभु का जो उद्धार का जो क्रिया है वो एक ही बार में संपूर्ण रीति से पूर्ण हो चुका है. എന്നാൽ അപ്പോൾ തന്നെ ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്ന ക്രിയയാണ്. और उसी के साथ साथ वो क्रिया अभी भी चल रहा है. മാത്രമല്ല ഇനി അത് നടക്കാൻ പോകുന്നതുമായ ഒരു കാര്യമാണ്. और यहाँ तक कि उस क्रिया का संपूर्ण तो पूर्ण रीति से भविष्य में हो जाएगा. അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ നിലയിൽ വിശദമായി അറിയാത്തവര് ഇപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് അങ്ങ് ഇടറും. तो इसके लिए ये विषय को जब हम बोलते समय में देखो हम लोग उद्धार पा चुके तो है लेकिन अभी भी उद्धार पाते जा रहे हैं करके बोलते समय में अचानक सुनते समय में ठोकर हो सकता है. കാരണം ആ രക്ഷയെക്കുറിച്ചാണ് പലർക്കും അറിയത്തില്ലാത്തത്. क्योंकि इस उद्धार के बारे में जो उद्धार पाते जाने का अवस्था का उद्धार बहुत लोगों को नहीं मालूम. മാത്രമല്ല നമ്മൾ ഇനി രക്ഷിക്കപ്പെടും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. और केवल यही नहीं एक दिन हम उद्धार हो भी जाएंगे करके उद्धार होएगा ये बात भी एक सच्चाई की बात है. ഈ രക്ഷയെക്കുറിച്ച് തന്നെ പഠിക്കുമ്പോൾ രക്ഷയുടെ അനേക കാര്യങ്ങളുണ്ട്. हम लोग उद्धार के विषय में पढ़ते समय में इसमें बहुत से बातें हैं. അത് യുഗപരമായ രക്ഷയുണ്ട്. बोले युग के विषय में भी उद्धार है. നമുക്കറിയാം ഇപ്പോ വേദപണ്ഡിതന്മാര് മാനവ സൃഷ്ടിപ്പ് മുതലുള്ള സമയത്തെ അനേക യുഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. हम जानते हैं ये बाइबल पंडित जो बाइबल स्कॉलर्स है बहुत सारे लोगों ने इस तरह मनुष्य का जन्म से लेकर उत्पत्ति से लेकर अभी तक का बहुत सारे युगों को बांटा है. ചിലര് 7 നിലയിലും ചിലര് 9 നിലയിലും ഒക്കെ അതിനെ യുഗങ്ങളായി അതിനെ തിരിച്ചിട്ടുണ്ട്. कुछ लोगों ने 7 प्रकार का युग बोला है कुछ लोगों ने 9 प्रकार का युग बोलकर युग को बांटा है. എന്നാൽ ഏതുമാട്ടെ ഏത് യുഗത്തിലും ഒരു രക്ഷയുടെ പ്രവൃത്തി ദൈവത്തിനുണ്ട്. लेकिन कौन सा भी युग क्यों ना हो कौन सा भी का समय क्यों ना हो उसमें प्रभु का एक उद्धार का कार्य उसमें होता है. ന്യായപ്രമാണ യുഗത്തിലുള്ള രക്ഷ അത് വ്യത്യസ്തമായ ഒരു നിലയിലായിരുന്നു. व्यवस्था के समय में जो उद्धार था वो अलग रीति से था. അതിന് മുൻപുള്ള ന്യായപ്രമാണം കൊടുക്കുന്നതിന് മുൻപുള്ള രക്ഷ അത് വ്യത്യസ്തമായ ഒരു നിലയിലായിരുന്നു. व्यवस्था के पहले जब उद्धार का रीति था वो अलग था. ഇന്ന് കൃപായുഗത്തിലെ രക്ഷ അത് വ്യത്യസ്തമായ ഒരു നിലയിലാണ്. और आज अनुग्रह का युग है आज का उद्धार अलग है. ഇനി മഹോദ്രവകാലത്തുള്ള രക്ഷയുണ്ട് അതും ഒരു വ്യത്യസ്തമായ നിലയിലായിരിക്കും. और महा उपद्रव के समय में भी जो बहुत बड़ा महा उपद्रव आने वाला उस समय में भी उद्धार होगा वो भी अलग रहेगा. അതിനുശേഷം സഹസ്രാബ്ദ യുഗത്തിലെ രക്ഷയും വ്യത്യസ്തമാണ്. और 1000 वर्ष का साल में भी वहां पर भी उद्धार का कार्य वहां पर प्रभु करने वाला है उधर भी अलग रहेगा. എന്നാൽ ഇവിടെയെല്ലാം ഈ രക്ഷയുടെ പ്രത്യേകമായ വിഷയം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ക്രൂശ് മരണം അതിന്റെ അടിസ്ഥാനത്തിലാണ്. लेकिन विषय युग कौन सा भी युग होना हो उद्धार का आधार जब देखा जाए उसका नींव बात देखा जाए तो प्रभु यीशु मसीह का कलवरी क्रूस है. അപ്പോൾ നമുക്ക് സമയം കിട്ടിയാൽ അങ്ങനെയുള്ള വിഷയങ്ങൾ നമുക്ക് ഒരു വിഷയമായി എടുത്ത് നമുക്ക് പിന്നീട് പഠിക്കാം. अभी प्रभु ने अगर मौका दिया तो ये युग का विषय में भी एक शिक्षण लेकर अभ्यास लेकर उसका क्लास प्रभु ने अगर मौका दिया तो आगे लूंगा. കാരണം പെട്ടെന്ന് സാധാരണ ജനങ്ങൾക്ക് അതല്ല അതിനെക്കുറിച്ച് ഒരു നല്ല അറിവില്ല. क्योंकि साधारण विश्वासियों को इस इतना गहराई विषय में उद्धार के बारे में जानकारी नहीं रहता है. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ത്രികാല രക്ഷയില് നമ്മൾ ആത്മാവിന്റെ രക്ഷയെ കുറിച്ച് കണ്ടു കഴിഞ്ഞു. हम लोग इन दिनों में हम लोग ये त्रिकाल उद्धार का विषय लेते समय में हमने आत्मा का उद्धार के विषय में देखा. കാരണം ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും എന്നേക്കുമായി അത് രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു. क्योंकि आत्मा का उद्धार के विषय में आते समय में पाप का दंड से परमेश्वर ने हमें बचा लिया है यीशु मसीह के द्वारा वो एक बार में हो चुका है. ഇനി ആ രക്ഷ നഷ്ടമാകുന്ന ഒരു വിഷയം വരുന്നില്ല. अभी वो उद्धार जो आत्मा का उद्धार है वो उसको हम नष्ट नहीं करेंगे. അത് ഞാൻ ഒന്നുകൂടെ അല്പം കഴിഞ്ഞിട്ട് വിശദീകരിക്കാം. और उस विषय में मैं आगे मैं थोड़ा और बताऊंगा. രണ്ടാമത്തെ കാര്യം നമ്മൾ കണ്ടത് दूसरा हमने देखा ദേഹം പാപത്തിന്റെ ശക്തിയിൽ നിന്നും ദേഹി പാപത്തിന്റെ ശക്തിയിൽ നിന്നും രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. അത് ഒരു കണ്ടിന്യൂസ് ടെൻസ് അതാണ് വർത്തമാന യുഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. और हमारा प्राण जो है वो अभी भी हमारा पाप का सामर्थ्य है वो बचते जा रहा है मतलब अभी भी वर्तमान में चलते रहने वाला एक कार्य है वो. ഇപ്പോൾ വരെയും നമ്മുടെ പ്രാണന്റെ രക്ഷ നടന്നിട്ടില്ല. क्योंकि अभी तक हमारा प्राण का उद्धार पूरा रीति से हुआ नहीं है. എന്നാൽ ഓരോ ദിവസവും നമ്മുടെ പ്രാണന്റെ രക്ഷ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് സത്യം. लेकिन एक दिन हमारा प्राण का उद्धार होते जा रहा है वही सच्चाई है. പിന്നെ നമ്മുടെ ശരീരത്തിന്റെ രക്ഷ നമ്മുടെ പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നും രക്ഷിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. അന്ന് നമ്മുടെ ശരീരത്തിന്റെ രക്ഷയും നടക്കും. और फिर शरीर का उद्धार को जिसको आप देखते हैं उस समय क्या होगा हमें पाप का उपस्थिति से ही हम लोग पूरा रीति से छुटकारा पाएंगे वो उस दिन हमारा शरीर रूपांतर होगा. ഞാൻ ഈ ക്ലാസ് ആരംഭിച്ചപ്പോൾ തന്നെ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു. मैं इस क्लास को जब शुरुआत करते समय में मैंने आप लोगों को कहा था നാം നീതീകരിക്കപ്പെട്ട് കഴിഞ്ഞു. हम लोग धर्मी ठहराए जा चुके हैं. നമ്മൾ ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ അല്ലെങ്കിൽ പിതാവായ ദൈവത്തിന് മുമ്പിൽ നമ്മൾ നീതിമാന്മാർ തന്നെയാണ്. और आज हम लोग परमेश्वर की उपस्थिति में हम लोग धर्मी हैं.
Praise the Lord. Amen. അതിനൊരു സംശയമില്ല. उसमें कोई शक नहीं है. എന്നാൽ ഇന്ന് നമ്മളിൽ ശുദ്ധീകരണം നമ്മൾ ഓരോ ദിവസവും പ്രാപിച്ചുകൊണ്ടിരിക്കുക. और आज हम लोग प्रतिदिन अभी हम लोग इस वर्तमान में पवित्रताएं हम लोग पाते जा रहे हैं. മാത്രമല്ല ഒരിക്കൽ നമ്മൾ തേജസ്കരണം പ്രാപിക്കും. और केवल उतना ही नहीं, एक दिन हम लोग महिमादायक भी होंगे. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ കഴിഞ്ഞ നാളുകളെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ये बातें थे हम इन दिनों में हम लोग देखते आ रहे थे. ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് വിഷയം പ്രാണന്റെ രക്ഷയായതുകൊണ്ട് ആ രക്ഷയെക്കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയായിരുന്നു. हाँ, इन दिनों में इसमें से सबसे मूल्यवान बात जो प्राण का उद्धार है उसको ज्यादा मूल्यवान था, इसके लिए उसको हम लोग ज्यादा देख रहे थे. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, പലരും സംശയിക്കാറുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാല് ഈ പ്രാണന്റെ രക്ഷയെക്കുറിച്ച് പൊതുവായിട്ടുള്ള ശരിക്കും അറിവില്ലാത്തതുകൊണ്ട് രക്ഷ നഷ്ടമാകുന്ന ഒരു പഠിപ്പിക്കൽ വരാണ്ടേ. हाँ, तो इसके लिए अभी इसलिए मैं गए दिनों में मैं बोलता था कि देखो प्राण का उद्धार के विषय में उसका सही अर्थ ना जानने की वजह से, वचन को सही रीति से परिभाषा ना मालूम होने की वजह से लोग उद्धार को खो बैठेंगे बोलकर कुछ वाक्यों को उस अर्थ निकालकर वो लोग सिखाते थे. എന്നാൽ ഞാൻ നിങ്ങളോട് ഇന്നും ഞാൻ ഒരു കാര്യം പറയട്ടെ, രക്ഷിക്കപ്പെട്ട ഒരുവന്റെ അല്ലെങ്കിൽ നമ്മുടെ ആത്മരക്ഷ പ്രാപിച്ച ഒരു വ്യക്തിയുടെ രക്ഷ ഒരിക്കലും നഷ്ടമാകുന്നില്ല. लेकिन मैं आपको फिर से एक और बार याद दिलाना चाहता हूँ, जो उद्धार पा चुके हैं यानी कि जिसका आत्मा का उद्धार हो चुका है वो कभी उसका उद्धार नष्ट नहीं होगा. കാരണം അത് കർത്താവ് പറഞ്ഞ വചനങ്ങളിലൂടെയാണ് ഞാൻ പറയുന്നത്, എന്റെ വാക്കൊന്നുമല്ല. और ये मेरा बोली नहीं है, प्रभु ने जो वचन कहा है उस आधार पर मैं कह रहा हूँ. ഞാൻ ഒരു വാക്യം വായിപ്പിക്കാം. एक वाक्य मैं पढ़ाना चाहता हूँ. യോഹന്നാന്റെ സുവിശേഷം 10-28 വാക്യം. യോഹന്നാ 10:28. യോഹന്നാ का सुसमाचार उसका 10:28. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എന്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കുകയുമില്ല. पढ़ेंगे. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ കർത്താവ് പറയാണ് ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. यहाँ पर प्रभु कहता है कि मैं उनको अनंत काल का जीवन देता हूँ. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഓരോ വ്യക്തികളും ദൈവത്തിന്റെ കരങ്ങളിലാണ് നമ്മൾ വായിക്കുന്നത്. तो इसके लिए हम देखते हैं कि उद्धार पाए हुए हर एक विश्वासी लोग परमेश्वर के हाथों में हैं. അപ്പോൾ ആ കയ്യിൽ നിന്ന് ആർക്ക് പിടിച്ചു പറിക്കാൻ കഴിയും? उस परमेश्वर के महान हाथों से कौन हमें खींच कर हटा सकता है? ഒരു കാര്യത്തിലും ഒരു കാരണവശാലും നടക്കില്ല. कोई भी कारण से हम कोई हमें छीन नहीं सकता. അപ്പോൾ ഇവിടെ കർത്താവ് നമുക്ക് തന്നത് നിത്യജീവനാണ്. परमेश्वर ने जो हमको दिया जीवन अनंत काल का जीवन है. ആ ജീവൻ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ उस जीवन हमको मिलने के बाद പിന്നീട് ആ ജീവൻ നഷ്ടമാകും എന്ന് നമ്മൾ പറയുന്നതും പഠിപ്പിക്കുന്നത് എത്ര തെറ്റാണ്. हाँ, वो जीवन हमको एक बार मिल जाने के बाद उसको खो सकते हैं, हम लोग नाश हो सकते हैं, ऐसा सिखाना कितना गलत बात है. ഞാൻ അവിടെ യോഹന്നാൻ 5:24 വാക്യം ഒന്നുകൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. യോഹन्ना का सुसमाचार 5:24 को आपका ध्यान में मैं लाना चाहता हूँ. പിന്നെ ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്നും ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം, നമ്മൾ ഈ ഭൂതകാലത്തിൽ തന്നെ നമ്മുടെ രക്ഷ പൂർണ്ണമായി നടന്നു കഴിഞ്ഞു. हाँ, पर उसका 5:24 पढ़ेंगे. देखो उसको हाँ, परंतु हाँ देखो जो कोई विश्वास करता है उसको अनंत काल का जीवन मिल गया है करके, देखो ये हम लोग ये विश्वास करके हो चुका है, ये भूतकाल की बात है. लेकिन ये भूतकाल में ही देखो अब उधर क्या लिखा है, अभी वो मृत्यु से हटकर जीवन में प्रवेश हो चुका है, उसके ऊपर दंड की आज्ञा नहीं, न्याय नहीं. मतलब क्या है, भविष्य की बात भी अभी ही पूरा भूतकाल में पूरा हो गया करके यहाँ पर हम पढ़ते हैं. നമ്മൾ ദൈവവചനത്തെ ശരിക്കും ആത്മാവിൽ അത് ഗ്രഹിക്കേണ്ടത് വളരെ ആവശ്യമാണ്. इसके लिए प्रभु का वचन को हमें सही रीति से आत्मा में सही रीति से ग्रहण करना जरूरी है. ഇനി ഒന്ന് രണ്ട് കാര്യം കൊണ്ട് ഞാൻ ആ വിഷയത്തിൽ പറയാം. अभी 1-2 वाक्य और मैं बताना चाहता हूँ. അതേ യോഹന്നാൻ 6-ാം 39-40 വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം കർത്താവിന്റെ അടുക്കിലേക്ക് നമ്മളെ ഓരോരുത്തരും കൊടുക്കുന്നത് പിതാവാണ്. അങ്ങനെ ആ പിതാവിന്റെ ഇഷ്ടമാണ് നമ്മളെല്ലാവരും നിത്യജീവനിൽ കർത്താവിന്റെ കൂടെ കാണണമെന്നുള്ളത്. हम लोग यूहन्ना का सुसमाचार उसका 6:39 और 40 पढ़ते समय में हम देखते हैं कि हम लोग सब लोगों को परमेश्वर ने हमें सौंपा है. इसके लिए ये परमेश्वर ने जो हमें अवस्था रखा है, ये परमेश्वर कभी नहीं चाहता कि हम कोई नष्ट ना हो, बल्कि अंत तक हम उद्धार में पूरा हो जाए करके ये उनका आग्रह है. നമ്മളെ കുറിച്ചുള്ള പിതാവിന്റെ ഇഷ്ടം എന്താണ്? हमारे विषय में पिता का इच्छा क्या है? എന്തുകൊണ്ടാണ് പിതാവ് നമ്മുടെ പുത്രനെ കൊടുത്തത്? क्यों पिता ने हमें पुत्र के हाथ में सौंपा? അതാ നമ്മൾ ഇതിന്റെ 39 യോഹന്നാൻ 6:39-40 വാക്യം വായിക്കുമ്പോൾ കാണുന്നത്. वही हम लोग यूहन्ना का सुसमाचार 6 अध्याय 6 का 39 और 40 39 और 40 में पढ़ते हैं. അവൻ എനിക്ക് തന്നതിൽ ഒന്നും ഞാൻ കളയാതെ
എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നാകുന്നു എന്നെ അയച്ചവന്റെ ഇഷ്ടം. Amen. പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എൻ്റെ പിതാവിന്റെ ഇഷ്ടം. ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഇത് കർത്താവിന്റെ നിർണയമാണ്. Amen. पढ़ेंगे उसका 6 का 39 और 40. और मेरे देखने वाले की इच्छा यह है कि जो कुछ उसने मुझे दिया है उससे मैं कुछ न खोऊं, परंतु उसे अंतिम दिन फिर जिला उठाऊं, क्योंकि मेरे पिता की इच्छा यह है कि जो कोई पुत्र को देखे और उस पर विश्वास करे वह अलग जीवन पाए, और मैं उसे अंतिम दिन फिर जिला उठाऊं. हाँ, देखो ये प्रभु यीशु मसीह का ये निर्णय है कि जो पिता ने उसको इच्छा के अनुसार बोला है वो निर्णय प्रभु बता रहा है. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇവിടെ സ്വർഗീയ പിതാവിന്റെ ഇഷ്ടം നിവർത്തിക്കുന്നവനാണ് പുത്രൻ. तो अभी एक बात समझना है, स्वर्गीय पिता का इच्छा को पूरा करने वाला व्यक्ति है प्रभु यीशु मसीह. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് നിത്യജീവൻ ലഭിച്ചു കഴിഞ്ഞു. हमें तो अब प्रभु यीशु मसीह के द्वारा हमें अनंत काल का जीवन मिल चुका है. അപ്പോൾ നമ്മളെല്ലാവരും ആ പുത്രനിലൂടെ പൂർണ്ണമായിട്ടും ജീവനിൽ വാഴണം എന്നുള്ളത് സ്വർഗീയ പിതാവിന്റെ ഇഷ്ടമാണ്. और ये पिता का इच्छा है कि हम लोग इस पुत्र के जीवन के द्वारा उस स्वर्गीय राज में भूमि में हम लोग राज करें. നാം എല്ലാവരും പുത്രനാൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. और हम लोग सब लोग पुत्र के द्वारा दोबारा जिलाए जाएंगे. മാത്രമല്ല അതിന് 37 വാക്യം വായിക്കുമ്പോൾ उसका 37 में हम पढ़ते हैं, പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എന്റെ അടുക്കൽ വരും, എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. पढ़ेंगे 6 का 37. जो कुछ पिता मुझे देता है वह सब मेरे पास आएगा, और जो कोई मेरे पास आएगा उसे मैं कभी न निकालूंगा. आमेन. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അപ്പോൾ ഏതെങ്കിലും നിലയിൽ ഈ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ രക്ഷ നഷ്ടമാകുമെന്ന് ചിന്തിക്കത്തക്ക ഒരു കാര്യവും വചനത്തിലില്ല. तो इसके लिए ऐसा वचन में ऐसा कोई भी आधार नहीं है कि हमारा मिला हुआ उद्धार जो आत्मा का उद्धार है उसको हम खो बैठेंगे करके. അപ്പോൾ ചിലർ ചിന്തിക്കുന്നത്, ഞാൻ രക്ഷിക്കപ്പെട്ട ശേഷം എനിക്ക് എന്തെങ്കിലും പാപം വന്നു കഴിഞ്ഞാൽ, കുറവുണ്ടായി കഴിഞ്ഞാൽ പിന്നെ രക്ഷ നഷ്ടമായില്ലേ. कुछ लोग ऐसा सोचते हैं, अरे जब मेरे जीवन में कुछ कमियां आ गई, मेरे जीवन में अगर पाप प्रकट हो गया तो मेरा उद्धार खो जाएगा ना. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടാകാം, തെറ്റുകൾ ഉണ്ടാകാം. लेकिन हे प्रियो, मैं आप लोगों को बताना चाहता हूँ कि हम लोग इस दुनिया में जीते समय में हमारे जीवन में कमियां आ सकता है, पाप प्रकट हो सकता है. എന്നാൽ നമ്മുടെ പാപങ്ങൾ ദൈവത്തിൽ ഉടനെ തന്നെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക എന്നുള്ളതാണ് രക്ഷിക്കപ്പെട്ട ഓരോ വിശുദ്ധന്റെയും കർത്തവ്യം. लेकिन उद्धार पाया हुआ हर एक विश्वासी का जिम्मेदारी क्या है? जो पाप उसको बोध्य हुआ तुरंत वो मन फिराकर प्रभु की उपस्थिति में मेल मिलाप हो जाए. അല്ല, നമ്മൾ ഒരു പാപം ചെയ്ത ഉടനെ നമ്മുടെ രക്ഷ നഷ്ടമാകുന്നില്ല. ऐसा नहीं है कि छोटा हमने एक पाप क्या कर दिया और हमारा उद्धार खो बैठा. കാരണം നമ്മുടെ തെറ്റുകൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി ഇന്നും കർത്താവ് പക്ഷപാതം ചെയ്യുന്നുണ്ട്. क्योंकि हमारा गलतियों के लिए, कमजोरी के लिए प्रभु यीशु मसीह अभी भी हमारे लिए मध्यस्थी कर रहा है. അതിന്റെ അർത്ഥം നമുക്ക് എങ്ങനെയും നമ്മുടെ തോന്നിവാസം ജീവിക്കാമെന്നല്ല. उसका मतलब ये नहीं कि हम लोग कैसा भी अपना मनमानी के हिसाब से जी ले. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ ഉണ്ടാകാം. लेकिन फिर भी हमारे जीवन में गलतियां आ सकता है. നമുക്ക് ഇന്നും നമ്മൾ ആ പാപമയമായ ജഡത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. क्योंकि हम भी आज अभी भी उस पाप में शरीर में ही हम जी रहे हैं. ഞാൻ കർത്താവിലായിട്ട് ഞാൻ ഒരു തെറ്റും ചെയ്യുന്നില്ല എന്ന് പറയാൻ ആർക്കും കഴിയില്ല. मैं प्रभु में हो चुका हूँ, आज से मैं कोई पाप नहीं कर सकता, कोई गलती नहीं कर सकता, मैं गिर नहीं सकता, ऐसा कोई भी विश्वासी बोल नहीं सकता. നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ ഉണ്ടാകും. हे प्रियो, हमारे जीवन में गलतियां होएगा, हो सकता है. എന്നാൽ लेकिन അവിടെ എല്ലാം നമ്മൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരുവനുണ്ട് ഇന്ന് പിതാവിന്റെ സന്നിധിയിൽ. ये सब परिस्थितियों में हमारे लिए मध्यस्थी करने वाला पिता परमेश्वर के उपस्थिति में एक व्यक्ति है. ये बात हमें जानना चाहिए. നമ്മൾ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നമ്മളെ കൈവിട്ട് കളയുന്നില്ല. हम लोग गलती कर बैठे तो परमेश्वर हमें छोड़ देगा करके ऐसा नहीं है. നമ്മൾ എബ്രായ ലേഖനം 7-ാം അധ്യായം 25-ാം വാക്യം വായിക്കുമ്പോൾ इब्रानियों का पुस्तक 7 का 25 में जब हम पढ़ते हैं, വളരെ ശ്രദ്ധിക്കണേ. എബ്രായർ 7:25 ഞാൻ വായിക്കുകയാണ്. इब्रानियों 7:25, Hebrews 7:25. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. पढ़ेंगे इब्रानियों 7:25. इसलिए जो उसके द्वारा परमेश्वर के पास आते हैं वह उनका पूरा उद्धार करता है, क्योंकि वह उनके लिए विनती करने को सर्वदा जीवित है.
അപ്പോൾ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. अभी प्रभु यीशु मसीह हमारे लिए मध्यस्थी करता है. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, इसलिए एक बात समझना है. നമ്മളൊരു തെറ്റ് വന്നു എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ നഷ്ടമായി പോകുന്നില്ല. तो इसके लिए एक छोटा गलती क्या कर दिया बोलकर हम लोग खो जाएंगे, ऐसा नहीं है. നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ ഉണ്ടാകുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. हमारे जीवन में कोई भी गलतियां या पाप प्रकट हो तो उसमें मध्य में भी प्रभु हमारे लिए मध्यस्थी कर रहा है. അനേക വാക്കുകളുണ്ട്, ഞാൻ ആ എല്ലാ വാക്കുകളും വായിപ്പിക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. इस रीति का बहुत से वचन है लेकिन मैं सब लेना नहीं आग्रह रखता. നമ്മൾ റോമർ 8:34 വായിക്കുന്നുണ്ട്, रोमियो 8 का 34 में भी हम पढ़ते हैं, 1 യോഹന്നാൻ 2:1 വായിക്കുന്നുണ്ട്, और पहला यूहन्ना 2 का 1 में भी हम पढ़ते हैं. ലൂക്കോസ് 22:32 നമുക്ക് അതിന്റെ ഒരു സന്ദർഭം കാണാൻ കഴിയും. और लूका का पुस्तक 22वां अध्याय 31-32 में भी हम पढ़ते हैं. ഞാൻ പറയുന്ന ഈ ഭാഗങ്ങളിലെല്ലാം നമുക്ക് നമ്മളെ എങ്ങനെ കർത്താവ് രക്ഷിക്കുന്നു, പാപത്തിൽ വീഴാതെ സൂക്ഷിക്കുന്നു എന്നുള്ളത് കാണാൻ കഴിയും. ये सब जगहों पर प्रभु हमें संभालता है, हमें गिरने नहीं देता, हमें बचाए रखता है करके ये सब बातों को हम देख सकते हैं. നമ്മൾ ഒരു കാര്യം ഇവിടെ കൃത്യം മനസ്സിലാക്കുക, इसलिए एक बात खास रूप में समझना, ആരെങ്കിലും ഈ രക്ഷ നഷ്ടമാകുമെന്ന് പഠിപ്പിക്കുന്നെങ്കിൽ അത് ആക്ച്വലി അവർക്ക് ആ വചനത്തെ അറിയത്തില്ലാതുകൊണ്ട് പഠിപ്പിക്കുക. तो अगर कोई भी अगर ये इस रीति से सिखाता है कि तुम्हारा उद्धार नष्ट हो सकता है, या मतलब ये है कि उनको वचन को सही परिभाषा समझ में नहीं आया. എന്ന് പറഞ്ഞാൽ അവര് പറയുന്നത് ആക്ച്വലി പ്രാണന്റെ രക്ഷ നഷ്ടമാകുമെന്നുള്ള പിന്നെ വാക്കുകളുണ്ട്. ആ വാക്കുകളെ എടുത്തിട്ടാണ് അവർ മൊത്തത്തിൽ രക്ഷ നഷ്ടമാകുമെന്ന് പഠിപ്പിക്കുന്നത്. क्योंकि वचन में प्राण का उद्धार के विषय में हमको कुछ हानि उठाना पड़ेगा, ऐसा वचन में लिखा है. वो वाक्यों को लेकर मेरा संपूर्ण उद्धार जो मैं नरक जाने का अवस्था हो सकता है, ऐसा बातें वो लोग सिखाते हैं. ഞാൻ ഇതിനു മുൻപ് ആ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടും ഈ രക്ഷയുടെ ബന്ധത്തിൽ ഞങ്ങളെ പഠിപ്പിച്ചതാണ്. उद्धार के विषय में इसके पहले भी क्लासों में मैंने बताया वो सब बातें. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, इसलिए एक बात समझना, ദൈവം ചെയ്തതിനെ ഇല്ലാതാക്കാൻ ആർക്കും കഴിയില്ല. जो परमेश्वर ने पूरा बातों को किया है उसको नहीं अवस्था में, उसका शक्तिहीन करना किसी के पास भी ताकत नहीं है. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, एक और बात समझना, ദൈവം ചെയ്തതിനെ ഇല്ലാതാക്കാൻ ആർക്കും കഴിയുകയില്ല. जो कार्य परमेश्वर ने किया है, जो बातें मुमकिन कर दिया है, उसको नामुमकिन करना या उसको शक्तिहीन करना किसी को भी नहीं हो सकता. കാരണം രക്ഷ എന്നത് ദൈവം നൽകിയിരിക്കുന്ന പുത്രത്വമാണ്. രക്ഷ എന്നത് ദൈവം നൽകിയിരിക്കുന്ന പുത്രത്വമാണ്. हमें क्योंकि उद्धार मतलब क्या है, उद्धार यानी कि परमेश्वर ने हमें दिया हुआ एक पुत्रत्व है, एक लेपालक का अवस्था है. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം, आप ध्यान से समझना, ലോകത്തിൽ നേടുന്ന നേട്ടങ്ങളെല്ലാം നഷ്ടപ്പെടും. संसार में हम जो भी बातें कमाते हैं वो सब नुकसान में हम खो सकते हैं, എന്നാൽ രക്ഷ ഒരു നാട് നഷ്ടപ്പെടുകയില്ല. लेकिन उद्धार को कभी भी हम खो नहीं सकते. അത് ദൈവം സൗജന്യമായി നമുക്ക് നൽകിയതാണ്. वो परमेश्वर ने हमें मुफ्त में दिया हुआ एक बात है. എന്നാൽ ഇവിടെ നഷ്ടപ്പെടുന്ന ഒരു കാര്യമുണ്ട്. लेकिन यहाँ पर एक खोने वाला एक बात है, അതുകൂടെ ശ്രദ്ധിച്ചോ. वो बात समझो आप. നമ്മൾ പറയുമ്പോഴത്തേക്കും എല്ലാം ഒന്ന് വിശദമായിട്ട് പറഞ്ഞല്ലോ. हाँ, लेकिन मैं जब बोलते समय में सब बातों को क्लियर करके बताना है ना. നമുക്ക് രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെടാം. हाँ, लेकिन ये उद्धार हमको एक बार मिल जाने के बाद भी उद्धार का आनंद हम खो सकते हैं. അപ്പൊ ഈ രക്ഷയുടെ നഷ്ടമൊക്കെ, ഈ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെടുമ്പോഴാണ് ചിലർ വിചാരിക്കുന്നത് രക്ഷ നഷ്ടപ്പെട്ടത്. हाँ, ये उद्धार का आनंद जब हम खो बैठते समय में लोग बोलते हैं कि अरे मैंने उद्धार ही खो बैठा. ദൈവമക്കളെ ഒരു കാര്യം ശ്രദ്ധിക്കുക, हे प्रियो एक बात समझो, നമ്മൾ ഏതെങ്കിലും സമയത്ത് ദൈവത്തിന്റെ വഴിയിൽ നിന്നും പാപത്തിലേക്ക് തിരിയുമ്പോൾ, പാപം ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വലിയ നഷ്ടമാണ് രക്ഷയുടെ സന്തോഷത്തിന്റെ നഷ്ടം. जब भी एक विश्वासी वो प्रभु में जीने का अवस्थे से वहां से वो हटकर पाप में जीने लगकर प्रभु का रास्ते से हट गया तो उसका जीवन में होने वाला सबसे बड़ा नुकसान है, वो क्या है, उद्धार का आनंद को वो खो बैठेगा. നമ്മൾ ചിന്തിക്കുക, हमने जरा सोचना, നമ്മൾക്ക് ഒരു പാപം ചെയ്താൽ ഉടനെ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെടുകയല്ല. तो ये जरूरी नहीं है कि पाप मैंने किया तुरंत ही मेरा वो उद्धार का आनंद खो बैठेगा, ऐसा नहीं है. എന്നാൽ നമ്മൾ തുടർമാനമായി പാപം ചെയ്തുകൊണ്ടിരുന്നാൽ, ശ്രദ്ധിക്കണം, തുടർമാനമായി നാം പാപം ചെയ്തുകൊണ്ടിരുന്നാൽ ഈ രക്ഷയുടെ സന്തോഷം നഷ്ടമാകും. लेकिन मैं एक बात बताना चाहता हूँ, ध्यान से समझना, इस पाप में अगर हम बनते रहे, ये पाप हम लोग करते रहे, उस पाप में ही अगर निरंतर हम लोग चलते रहेगा तो ही हम वो उद्धार का आनंद को खो बैठेंगे. അതുകൊണ്ട് നമ്മളിൽ തെറ്റുണ്ടായാൽ ഉടനെ നമ്മൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. इसके लिए जब भी अगर गलती होता है और बोध्य हुआ तो तुरंत उसको अंगीकार करना है. എന്നാൽ അങ്ങനെ ചെയ്യാതെ വന്നതുകൊണ്ടാണ് ദാവീദ് ഒരിക്കലും പ്രാർത്ഥിച്ചല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ, സങ്കീർത്തനം 51:12. यही बात दाऊद में भी गलती हुआ. इसके लिए भजन संहिता 51 का 12 में दाऊद प्रार्थना करता है, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. हाँ, तो उधर पढ़ेंगे 51 का 12 का शुरुआत में हम देखते हैं कि तेरा उद्धार का आनंद मुझे वापस लौटा दे. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണ്? तो इधर हुआ क्या, രക്ഷ നഷ്ടപ്പെട്ടോ? उद्धार खो बैठा क्या? ദൈവമക്കളെ, രക്ഷ നഷ്ടപ്പെട്ടില്ല, प्रियो, इधर उद्धार नष्ट नहीं हुआ है, രക്ഷയുടെ സന്തോഷം
സന്തോഷം നഷ്ടപ്പെട്ടു. उद्धार का आनंद वो खो बैठा. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മൾ പ്രാപിച്ച സന്തോഷം എത്ര അതുല്യ സന്തോഷമാണ്. Amen. आप सब लोग जानते हैं, हम लोग जब उद्धार पाया, उस उद्धार पाने के दिन में हमको मिला हुआ खुशी वो वर्णन से भी बाहर है. കാരണം ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത് നമ്മളെ ദൈവത്തിന്റെ സന്തോഷം വസിക്കുന്ന പാത്രങ്ങളാക്കി ദൈവം മാറ്റി. Amen. क्योंकि परमेश्वर ने हमें चुनकर हमें प्रेम का और आनंद का पात्र बनाया. നമുക്കറിയാം യോഹന്നാൻ 15:11 വായിക്കുന്നത്. യോഹന്നാൻ का सुसमाचार 15:11 में हम पढ़ते हैं. യോഹന്നാൻ 15:11 ഞാൻ വായിക്കട്ടെ. യോഹന്നാൻ 15:11. എന്റെ സന്തോഷം നിങ്ങളിരിപ്പാൻ, मेरा आनंद तुम में बने रहने के लिए. അപ്പോൾ എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിക്കണം. मेरा आनंद तुम में बना रहना है. ഇത് എത്ര വിലപ്പെട്ട കാര്യമാണ്. ये कितना मूल्यवान बात है. ഇത് വളരെ വിലപ്പെട്ട ये കാര്യമാണ്. बहुत ही मूल्यवान बात है. അപ്പോൾ ഈ സന്തോഷം നമ്മളിൽ ആർക്കും എടുക്കാൻ പറ്റിയില്ല. ये आनंद जो हमें जो मिला हुआ है, ये बात कोई और हमसे छीन नहीं सकता. എന്നാൽ നമുക്ക് നഷ്ടപ്പെടുത്താൻ കഴിയും. लेकिन हमारे गलती या कार्य की वजह से उसको खो बैठ सकते हैं. ശ്രദ്ധിക്കുന്നുണ്ടോ? ध्यान से समझ रहे हैं क्या? കർത്താവ് നമ്മളിൽ തന്റെ സന്തോഷം ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. परमेश्वर का आनंद यही है कि वो हमारे अंदर बसे, वो आनंद में हमारे अंदर बसे. ആ സന്തോഷം നമ്മളിൽ കാണണമെന്ന് ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നു. ये आनंद सदा की रीति में हमारे अंदर बने रहे, ये बात प्रभु चाहता है. എന്നാൽ നമ്മുടെ സൂക്ഷ്മക്കുറവ് കൊണ്ട് നമ്മൾ ഈ സന്തോഷത്തെ നഷ്ടമാക്കുന്നു. लेकिन हम लोग सही रीति से चाल चलन नहीं होने की वजह से, हमारा ध्यान सही नहीं होने की वजह से इस आनंद को हम खो बैठ सकते हैं. കർത്താവ് തന്നെ പറഞ്ഞ എന്താ അറിയാമോ? प्रभु ने स्वयं क्या कहा? യോഹന്നാൻ 16:22. യോഹന്നാൻ 16:22. അപ്പോൾ ഇവിടെ നമ്മൾ അതിന്റെ അവസാനം വായിക്കുന്നത്, നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. യോഹന്നാൻ 16 जॉन 16:22 में उधर आखिरी में कहता है कि कोई तुम्हारा आनंद तुमसे छीन नहीं सकता. എന്ന് പറഞ്ഞാല് ഒരു പരിസ്ഥിതിക്കും നമ്മുടെ ഈ സന്തോഷം എടുത്തു കളയാൻ കഴിയില്ല. यानी कि कोई भी परिस्थिति को मेरा आनंद को छीन नहीं सकता. കാരണം വിശുദ്ധന്മാര് അനേക പ്രതികൂലങ്ങളിൽ കഷ്ടങ്ങളോട് കടന്നു പോകും. क्योंकि विश्वासी लोग बहुत ही परिस्थितियां और कष्टों से वो जाएगा. നിങ്ങളൊന്ന് ചിന്തിച്ചേ. आप जरा सोचिए, പൗലോസ്ലീഹ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ലേഖനം എഴുതുമ്പോഴും മറ്റുള്ള വിശുദ്ധന്മാരോട് പറയുന്നത് എന്തോ അറിയാമോ? पौलुस जब काल कोठरी में जब वो बंदीगृह में फंसा हुआ था, तभी भी वो क्या कहता है, दूसरे भाइयों से क्या कहता है? ഫിലിപ്പർ 4:4 फिलिपियों का पुस्तक 4:4 में അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. उधर हम इस तरह पढ़ते हैं. ഫിലിപ്പർ 4:4 ഞാൻ വായിക്കുന്നു. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. प्रभु फिलिपियों 4:4 में कहता है, प्रभु में तुम आनंदित करो. मैं फिर से कहता हूँ, तुम आनंदित करो. നമ്മുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ ഒരു കഷ്ടത്തിനും ഒരു നഷ്ടത്തിനും ഒരു പ്രതികൂലത്തിനും ക്രിസ്തുവിലുള്ള നമ്മുടെ സന്തോഷം എടുത്തു കളയാൻ കഴിയില്ല. इसलिए प्रिय एक बात समझना है, इस दुनिया का कोई भी कष्ट, कोई भी तकलीफ, कोई भी आपत्ति, कोई भी दुख हमें मसीह का आनंद से हमको हमें वो छीन नहीं सकता. നമ്മൾ ശ്രദ്ധിക്കണം. हमें बात समझना है. അപ്പോൾ നമ്മൾ വലിയ കഷ്ടങ്ങളിലൂടെ കടന്നു പോയി വന്നേക്കാം. हम लोग बहुत बड़ा कठिनाई से हम जाते होंगे. അപ്പോൾ നമ്മുടെ ആനന്ദം നഷ്ടമാകുമോ? तो क्या वो हमारा आनंद खो बैठेगा क्या? ഇല്ല പ്രിയമുള്ളവരെ, कभी नहीं. നമ്മുടെ ആനന്ദത്തെ തകർക്കാൻ കഴിയില്ല. हमारा आनंद को कोई भी तोड़ नहीं सकता. നമ്മുടെ ആനന്ദത്തെ തകർക്കുന്ന ഒരേ ഒരു കാര്യം നമ്മൾ മനഃപൂർവ്വമായി നമ്മൾ ചെയ്യുന്ന പാപമാണ്. हाँ, हमें आनंद को तोड़ने वाला या फिर आनंद से गिर जाने का एक ही कारण है, हम जानबूझ के पाप करते हैं. तो നമ്മൾ ചിന്തിച്ചേ, പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 6-7 വാക്യം വായിക്കുമ്പോൾ, पहला पत्रोस 1 अध्याय उसका 6 और 7 जब हम पढ़ते हैं, ഞാൻ വായിക്കട്ടെ. 1 പത്രോസ് 1:6-7. पहला पत्रोस 1 अध्याय 6 और 7. അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളിൽ ദുഃഖിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. കേട്ടോ, അപ്പോൾ ഈ ദുഃഖത്തിന്റെ മധ്യത്തിലും അവർ ആനന്ദിക്കുകയാണ്. तो वाक्य 6 में हम देखो, यदि तुम लोग नाना प्रकार के तुम लोग कष्टों से गुजर रहे हो तो भी तुम लोग आनंद कर रहे हो. എന്നിട്ട് 7-ാം വാക്യം പറയുന്നു, അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. ഇങ്ങനെ നമ്മൾ പ്രതികൂലത്തിലും കർത്താവിന് വേണ്ടി അതെല്ലാം സന്തോഷത്തോടെ സഹിക്കുന്ന അനുഭവത്തിൽ മുന്നേറുമ്പോഴാണ് ഇതെല്ലാം വലിയ പ്രതിഫലമായി മാറുന്നത്. तो इस तरह कष्ट और आपत्ति से जाएगा तो क्या हो गया? वाक्य 7 में देखते हैं वो क्या है? वो हमारा विश्वास को परखने का एक अवस्था है, जो सोने से भी ताया हुआ अवस्था है, जो आग से परखा जाएगा. और वो क्या होगा? वो प्रभु के आगमन के दिन में, प्रभु का प्रकटीकरण के दिन में वो क्या होगा? प्रशंसा, आदर और महिमा का कारण बनेगा. इसके लिए प्रभु ने कष्ट दिया है. കർത്താവിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളെ കുറിച്ചും, प्रभु में रहने वाला सभी प्रियजनों को, ക്രിസ്തുയേശുവിൽ നമ്മൾ എപ്പോഴും സന്തോഷിക്കുന്നവരായിരിക്കണം എന്നുള്ള ദൈവഹിതമാണ്. मसीह यीशु में हमें सदा आनंद में बने रहे, ये परमेश्वर का इच्छा है. കാരണം നമുക്കറിയാവുന്ന ഒരു വലിയ ആ വാക്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ഓർക്കണം. 1 തെസ്സലോനിക്കർ 5:16-17 വാക്യം വായിക്കുമ്പോൾ 3 കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത് പറയുന്നത്,
എപ്പോഴും സന്തോഷിപ്പിരുന്ന. हाँ, प्रभु ने हमको पहला थिस्सलुनी 5वां अध्याय उसका 16, 17, 18 जब हम पढ़ते समय में उसमें 16 वाक्य में जो पहला बात जो लिखा गया है पहला थिस्सलुनी 5:16 में सदा आनंदित रहो. അപ്പോൾ നമുക്ക് എപ്പോഴും സന്തോഷിക്കാൻ കഴിയണം. तो इसलिए हमें सदा आनंदित रहना है. ഇത് നമ്മളെ കുറിച്ചുള്ള ദൈവഗീതമാണ്. ये इसमें ही परमेश्वर का हमारे विषय में इच्छा है. എങ്കിലും ഞാൻ പറയട്ടെ, लेकिन मैं एक बात बताना चाहता हूँ ദൈവമക്കളോടുള്ള ബന്ധത്തിൽ परमेश्वर के बच्चों के विषय में. ഇന്ന് അനേക വ്യക്തികളെ കാണുമ്പോൾ അവരിൽ ആ സന്തോഷത്തിന്റെ മുഖഭാവമില്ല. लेकिन आज भी बहुत से विश्वासियों को जब देखते समय में उनके चेहरे में वो आनंद का खुशी दिखता नहीं है. ഇന്ന് അനേക വിശ്വാസികളുടെ കുടുംബങ്ങളിൽ ആ സന്തോഷം കാണുന്നില്ല. आज बहुत से विश्वासियों का पारिवारिक जीवन में भी देखा जाए तो वो खुशी दिखता नहीं है. ഇന്ന് പല സഭകളിലും ഈ സന്തോഷം കാണുന്നില്ല. आज बहुत कलीसियाओं में भी ये खुशी नहीं दिखता. എന്താണ് കാരണം? कारण क्या है? ചിലരെ കൂട്ടായ്മയിലേക്ക് വരുമ്പോൾ തന്നെ അവരുടെ മുഖഭാവമുണ്ടോ? कुछ लोग संगति में आते हैं तो उनका चेहरे का अवस्था कैसा रहता है? നമ്മൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ എങ്ങനെയാ വരേണ്ടത്? വാസ്തവത്തിൽ हम लोग प्रभु की उपस्थिति में आते समय में हमें कैसा आना है? നമുക്കറിയാം 122:1 വായിക്കുന്നത് 121 का उसका 1 और 2 122 सॉरी 122 साम्स 122 का 1 और 2 122ന്റെ 1 122 का 1 सॉरी साम्स 122 का 1. യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. उसका वो 122 का 1 पढ़ेंगे. जब लोगों ने मुझसे कहा आओ हम यहोवा के समर्पण करें, तब मैं आनंदित हुआ. आमेन. അപ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. तो एक बात हमें समझना है ഇന്ന് നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കുന്നതിന് സന്തോഷമുണ്ടോ? क्या आज हमें प्रभु की उपस्थिति में बना रहने का खुशी हमारे अंदर है क्या? അത് നമ്മൾ ശ്രദ്ധിക്കണേ. ये बात समझना है प्रियो. ഇന്ന് അനേകരും ചിലരൊക്കെ ഫോണിലൂടെയൊക്കെ പറയാറുണ്ട് എപ്പോഴും സന്ദേശം കേൾക്കുന്നുണ്ടെന്ന്. പക്ഷെ അവർ വാസ്തവത്തിൽ സന്ദേശം കേൾക്കുന്നില്ല എന്നുള്ളതാണ് പല പ്രവർത്തികളുടെയും വെളിപ്പെടുന്നത്. हाँ, तो हमें बहुत सारे लोग हैं जो मुझे फोन करके बोलते हैं आज आपका संदेश बहुत अच्छा था, हम आपका वचन और संदेश सुनते आ रहे हैं करके ऐसा लोग बोलते हैं. लेकिन वो बोलना एक बात रहेगा, लेकिन उनकी क्रियाओं में एक बात समझ में आता है कि वो लोग संदेश नहीं देखता. ഈ ലോക്ക്ഡൌൺ പീരീഡ് ആയിട്ട് പോലും ദൈവവചനത്തോടും കൂട്ടായ്മയോടുമുള്ള പ്രതിപത്തി ഇന്നും പല വിശുദ്ധന്മാർക്കും ഇല്ല. आज ये लॉकडाउन का अवस्था होने पर भी प्रभु के विश्वासी लोगों को प्रभु के और संगति और का वो विश्वास योग्यता दिखता नहीं है. നമ്മൾ എവിടെയാണെങ്കിലും സ്വർഗം കാണുന്നു എന്ന കാര്യം മറക്കരുത്. क्योंकि हम लोग किधर भी रहे, कोई सा भी परिस्थिति में रहे, स्वर्ग में बात देख रहा है. പ്രിയമുള്ളവരെ, നമ്മൾ രക്ഷിക്കപ്പെട്ടവർ നമ്മൾ ആ രക്ഷയുടെ സന്തോഷത്തിൽ തന്നെ എപ്പോഴും നിലനിൽക്കാൻ ഇടയാകട്ടെ. हम लोग एक बार उद्धार पा लिया है तो उद्धार का आनंद में बना रहने के लिए प्रभु हमको सहायता करे. അപ്പോൾ ഇവിടെ നഷ്ടമാകാവുന്നതും നഷ്ടമാകില്ലാത്തതുമായിട്ടുള്ള രണ്ട് കാര്യമാണ് ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞത്. तो मैंने अभी जो बातें खो सकता है और जो बात खो नहीं सकता, ये 2 बातें मैंने आपको बताया अभी. അപ്പോൾ രക്ഷ നഷ്ടമാകുന്നില്ല, उद्धार हम नहीं खोएंगे, എന്നാൽ രക്ഷയുടെ സന്തോഷം നഷ്ടമാകാം. लेकिन उद्धार का आनंद हम खो सकते हैं. ചിലപ്പോൾ ചിലർക്ക് ഇതിനെക്കുറിച്ച് നല്ലൊരു അറിവുണ്ടായിരിക്കില്ല. शायद कुछ लोगों को इस बात का जानकारी नहीं होगा. നിങ്ങൾ അങ്ങനെയുള്ളവർ നിശ്ചയമായിട്ടും എന്നോട് ഫോണിൽ ബന്ധപ്പെടാം. इसके लिए अगर आपको और क्लियरिटी चाहिए तो आप प्लीज फोन करना मुझे. പ്രത്യേകിച്ച് ഞാൻ വരുന്ന ഒരു ദിവസങ്ങളിൽ ഈ രക്ഷ നഷ്ടമാകില്ല എന്നുള്ളതിന് ഒരുപാട് കാര്യങ്ങൾ വിശദമായിട്ട് ഇങ്ങോട്ട് പറഞ്ഞുതരാം. और फिर आने वाले दिनों में उद्धार हम नहीं खोएंगे इस विषय में एक छोटा सा क्लास में लेना चाहूंगा जिसमें ज्यादा बातें मैं बताऊंगा. കാരണം ചിലപ്പോൾ ചിലർക്ക് അതിന്റെ ആ സംശയം തീർന്നു കാണില്ല. कुछ लोगों को वो बात का वो जो शक है कि मैं उद्धार खो सकता हूँ का वो डाउट अभी भी क्लियर नहीं हुआ रहेगा. അതൊരു വേറൊരു ക്ലാസ് ആയിട്ട് എനിക്ക് എടുക്കാം. उसके लिए मैं अलग क्लास के रूप में मैं ले लूंगा. ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, दूसरा एक बात मैं याद दिलाना चाहता हूँ. നമ്മൾ ദൈവത്തിന്റെ കൃപയും ദാനവും നമ്മൾ പ്രാപിച്ചവരാ. हम लोग प्रभु का अनुग्रह और दान प्राप्त किए हुए लोग हैं. ഈ ദാനം ഒരിക്കലും നഷ്ടമായില്ല. ये दान हम कभी भी खो नहीं सकते. ഇവിടെ ഈ രണ്ട് കാര്യം ഒന്ന് പ്രത്യേകം എടുത്ത് മനസ്സിലാക്കണം. ये 2 बातें जो मैंने बताया आपने ध्यान से समझना. ദാനം എന്നുള്ളത് നഷ്ടമാകില്ല, दान कभी भी खो नहीं सकते, എന്നാൽ കൃപ നമുക്ക് നഷ്ടമാക്കാൻ കഴിയും. लेकिन अनुग्रह को हम लोग व्यर्थ कर सकते हैं. Praise the Lord. Amen. അതിനെ ശരിയായിട്ട് നമ്മൾ മനസ്സിലാക്കണം. इसलिए सही रीति से समझना है दान और अनुग्रह. ഈ രണ്ട് ശബ്ദത്തില് ചിലർ അതിനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. कुछ लोग ये 2 शब्दों को अनुग्रह और दान को इसको भी लोग गलत समझे हैं. എന്നാൽ നിങ്ങൾ ഈ കാര്യം ഒന്ന് ശരിക്കും മനസ്സിലാക്കണം. लेकिन आप लोग ये बात सही समझना. ഈ നമുക്കറിയാം നമുക്ക് രക്ഷ എന്നുള്ളത് ദാനമാണ്. हम लोग देखते हैं जो उद्धार जो है एक बहुत बड़ा दान है, एक मुफ्त तोहफा है वो. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ മലയാളത്തിലുണ്ട് വെളിപ്പാട് 7:10 रेवलेशन का प्रकटीकरण का पुस्तक 7:10 में जब हम पढ़ते हैं, മറ്റു പല പരിഭാഷയിലും ഇല്ല, നിങ്ങളുടെ ഹിന്ദി ചിലപ്പോൾ കാണിച്ചു കേട്ടോ. और कुछ परिभाषाओं में वो वाक्य नहीं रहेगा. ഇവിടെ വെളിപ്പാട് 7:10 ഞാൻ വായിക്കാം. 7:10 में हम पढ़ते हैं, രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും
കർത്താവിൻ്റെ ദാനം എന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. അത് ദാനം എന്നാണ് അവർ പറയുന്നത്. वो उसका 7 का 10 पढ़ेंगे। हाँ, और ये एक दान है करके ये एक वाक्य मलयालम में लिखा है, हिंदी और इंग्लिश में नहीं है वो। എന്നാൽ നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് എഫേസ്യർ 2:8 ധാരാളമാണ്. लेकिन ये बात ये दान है करके समझने के लिए एफेसर का पुस्तक 2:8 पढ़ेगा तो काफी है। ഞാനതൊന്ന് വായിച്ചോട്ടെ. वो भी मैं पढ़ना चाहता हूँ, एफेसर 2:8। ഇവിടെ കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. ദാനമത്രേ. അപ്പം ദൈവത്തിന്റെ ദാനമാണ് രക്ഷ. हाँ, वो पढ़ेंगे 2:8। हाँ, ये परमेश्वर का दान है, मतलब परमेश्वर ने ये दान हमको दिया है। അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക. इसलिए एक बात समझना है, നമുക്ക് ലഭിച്ചിരിക്കുന്ന ദാനമായ ഈ രക്ഷ ഒരിക്കലും നഷ്ടമാകുന്നില്ല. तो हमें ये उद्धार जो हमें दान स्वरूप मिला है, ये दान हम कभी भी खो नहीं सकते। ദാനം ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. ये दान कभी भी हम खो नहीं सकते। എന്നാൽ കൃപ നമുക്ക് നഷ്ടമാക്കാൻ കഴിയും. लेकिन अनुग्रह को हम लोग व्यर्थ कर सकते हैं। നമ്മൾ അതിനെക്കുറിച്ച് ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് വിശദമായി പറഞ്ഞുതരാം. उस विषय में मैं कुछ बातें बताना चाहता हूँ। നമ്മൾ 2 കൊരിന്ത്യർ 6:1 വായിക്കുമ്പോൾ, दूसरा कोरिन्थी 6:1 में हम पढ़ते हैं, നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തകരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഇവിടെ പൗലോസ് പറയുന്നത് നിങ്ങൾ കൃപയെ വ്യർത്ഥമായി തീരുവാൻ സമ്മതിക്കരുത്. 6:1 पढ़ेंगे। दूसरा हाँ, मतलब अनुग्रह जो हमारे ऊपर आया है उसको व्यर्थ जाने ना दो। അപ്പോൾ ഇന്ന് അനേകരും കൃപ വ്യർത്ഥമാക്കുന്നുണ്ട്. या हाँ, इसका मतलब यह है कि आज बहुत से लोग अनुग्रह को व्यर्थ कर रहे हैं। കാരണം പൗലോസ് തന്റെ അനുഭവത്തോടുള്ള ബന്ധത്തിൽ പറയുന്നുണ്ട്. पौलुस अपने अनुभव में एक बात कहता है, നമ്മള് ഗലാത്യർ 2:20 गलतियों का पुस्तक 2:21 में हम पढ़ते हैं, गलेशियंस 2:21। ഞാൻ ദൈവത്തിന്റെ കൃപ വൃഥാവാക്കുന്നില്ല. और उसका शुरुआत भाग पढ़ेंगे। बस मैं परमेश्वर के अनुग्रह को व्यर्थ नहीं समझता। പ്രിയമുള്ളവരെ, നമ്മൾ കൃപയെ വ്യർത്ഥമാക്കാൻ പാടില്ല. यानी कि प्रभु का ये अनुग्रह को व्यर्थ नहीं करना है। നമ്മൾ ഇന്ന് എന്താണെങ്കിലും അത് കൃപയാലാണ്. अब जो भी कुछ है प्रभु का अनुग्रह से है। എന്നാൽ ഈ കൃപ വ്യർത്ഥമാക്കി ജീവിക്കുന്നവരുണ്ട്. और ये अनुग्रह को व्यर्थ करके उसको निष्फल करने का अवस्था कुछ लोग करते हैं। നമ്മള് 1 കൊരിന്ത്യർ 15:10 പൗലോസ് പറയുന്നത്, पहला कोरिन्थी 15:10 में हम पढ़ते हैं, എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു, എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. അപ്പോൾ എന്നോടുള്ള ദൈവത്തിന്റെ കൃപ വ്യർത്ഥമായില്ല എന്ന് പ്രാഗൽഭ്യത്തോടെ പൗലോസ് അവിടെ പറയാം. हाँ, पहला कोरिन्थी 15:10 का शुरुआत पढ़ेंगे। आगे हाँ, उसका अनुग्रह जो मुझ पर हुआ मैं व्यर्थ नहीं किया हुआ। ദൈവമക്കളെ, നമുക്ക് ലഭിച്ച ഈ കൃപ നമ്മൾ ഒരിക്കലും നഷ്ടമാക്കരുത്. इसके लिए हाँ, हमें मिला हुआ अनुग्रह को कभी व्यर्थ ना करे। നമുക്ക് ഈ കൃപയിൽ നിൽക്കുവാൻ കഴിയണം. हमें इस अनुग्रह में बना रहना है। നമ്മുടെ യഥാർത്ഥത്തിൽ ഇന്ന് നിൽക്കുന്നത് കൃപയിലാണ്. हम लोग जो खड़े हैं बने हैं अनुग्रह से ही है। ആ കൃപയിൽ തന്നെ നിൽക്കണം. उस अनुग्रह में अंत तक बने रहना है। മറ്റുള്ള വിശ്വാസികളെ ശിഷ്യന്മാര് ഈ കാര്യത്തിൽ പ്രോത്സാഹിപ്പിച്ചു. दूसरे विश्वासियों को प्रेरित लोगों ने इस विषय में प्रोत्साहित किया था। നമ്മള് അപ്പോസ്തല പ്രവൃത്തി 13:43 അവസാന ഭാഗം വായിച്ചാൽ, एक्ट्स का प्रेरितों का कार्य 13 अध्याय उसका 43 का आखिरी भाग में, അപ്പോസ്തല പ്രവൃത്തി 13:43 एक्ट्स 13:43 13 का 43 അവർ അവരോട് സംസാരിച്ച് ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിന് അവരെ ഉത്സാഹിപ്പിച്ചു. ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിന് അവരെ ഉത്സാഹിപ്പിച്ചു. उसका आखिरी भाग पढ़ेंगे। हाँ, परमेश्वर के अनुग्रह में बने रहो। അപ്പോൾ ഈ കൃപയിൽ നമ്മൾ നിൽക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹവും നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതും. इसलिए इस अनुग्रह में हमें बने रहना है करके इसी में हमें बना भी रहना है और दूसरों को प्रोत्साहन भी करना है। എന്നാൽ ഈ കൃപയിൽ നിന്നും വീണ് പോകുന്നത് എപ്പോഴാണ്? इस अनुग्रह से हम कब गिर सकते हैं? ഒരു 1-2 കാര്യം ഞാൻ പറഞ്ഞുതരാം. उसके लिए 1-2 बातें मैं बताना चाहता हूँ। ഗലാത്യർ 5:4 गलतियों का पुस्तक 5:4 गलेशियंस 5:4। ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി
നിങ്ങൾ കൃപയിൽ നിന്നും വീണുപോയി. നിങ്ങൾ കൃപയിൽ നിന്നും വീണുപോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 5 का 4 पढ़ेंगे। അപ്പോൾ ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് രക്ഷിക്കപ്പെട്ട വിശുദ്ധന്മാർ മാറുന്നുവെങ്കിൽ അവർ വീണ്ടും കൃപയിൽ നിന്ന് നഷ്ടപ്പെടുക. तो जो विश्वासी नया जन्म पाया और विश्वासी अनुग्रह में जो शुरुआत किया वापस वो व्यवस्था में चला गया तो क्या होगा? वो अनुग्रह से गिर रहा है। അപ്പോൾ അവർക്ക് ലഭിച്ച ദാനമല്ല നഷ്ടപ്പെടുന്നത്. उनको मिला हुआ जो दान है, जो उद्धार है, वो नहीं खो बैठते, കൃപയിൽ നിന്നും നഷ്ടപ്പെടുക. बल्कि अनुग्रह से वो लोग गिर रहे हैं। Praise the Lord. നമ്മൾ ശ്രദ്ധിക്കുക. हमें समझना है बात को। അപ്പോൾ നമ്മൾ കൃപയിൽ ശക്തിപ്പെടേണ്ടവരാണ്. हमें अनुग्रह में और अनुग्रह पाकर बल पाते जाना है अनुग्रह में। എന്നാലും കൃപയിൽ നിന്ന് വീണു പോവുകയാണ്. लेकिन यहाँ पर आपने पढ़ा अनुग्रह से गिर गए यदि व्यवस्था के पीछे गया तो। നമുക്കറിയാം വിശ്വാസിച്ച് രക്ഷിക്കപ്പെട്ടവരെല്ലാം അങ്ങനെ പലരും വീണ്ടും പോയി പിന്നെ പരിച്ഛേദന ഏൽക്കാനായിട്ട് അങ്ങനെയുള്ള ന്യായപ്രമാണത്തിന്റെ സിദ്ധാന്തങ്ങളിലേക്ക് പോയി വീണു പോകുന്നവരുണ്ട്. हाँ, हम जानते हैं कि उन दिनों में क्या हो गया था, जो लोग अनुग्रह से लोग उद्धार पाकर आत्मा में शुरू किया बात को वापस हमको शरीर में खतना करना पड़ेगा बोलकर ये शिक्षण पाकर वो लोग उधर चले गए थे। അങ്ങനെ പോയി വഞ്ചിക്കപ്പെട്ടവരുണ്ട്. ऐसा भी सुनकर होकर खतने में वापस जाने वाले धोखा खाने वाले लोग भी हैं। ഇന്നും അങ്ങനെയുള്ള ഉപദേശവും അങ്ങനെയുള്ള തെറ്റിപ്പോകുന്ന കാര്യങ്ങളും ഉണ്ട്. आज भी इस तरह का गलत उपदेश आज भी है। അത് ഞാൻ എന്റെ ഒരു അനുഭവം ഞാൻ ഇതിനു മുമ്പ് ഒരു ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞു. इसका मेरा एक अनुभव मैंने आप लोगों को बताया है, ഞാൻ അത് വീണ്ടും ആവർത്തിക്കുന്നില്ല. उसको दोबारा नहीं कहता। പിന്നെയും നമ്മൾ വീണു പോകുന്ന ഒരു അവസ്ഥ നമ്മുടെ എബ്രായ ലേഖനം 12:15 കാണുന്നുണ്ട്. और फिर इब्रानियों 12 का 15 में पढ़ते समय में उधर भी हम पढ़ते हैं, ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കൈപ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത് ഇവിടെയും ദൈവകൃപ വിട്ട് പിന്മാറുന്നതിനെ കുറിച്ചാണ്. यहाँ पर भी अनुग्रह से गिरने का विषय में पढ़ेंगे इब्रानियों 12 का 15। ध्यान से देखते रहो, ऐसा न हो कि कोई परमेश्वर के अनुग्रह से मुक्ति हो जाए या कोई कठिन फिगर फूटकर कष्ट दे और उसके द्वारा बहुत से लोग अशुद्ध हो जाए। അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന പറഞ്ഞാല് ഇവിടെ കൃപയിൽ നിന്നും നഷ്ടപ്പെടുന്ന ഒരു അനുഭവം. കാരണം നമ്മുടെ ഉള്ളിൽ വീണ്ടും സഹോദരവർഗത്തെ കുറിച്ച് കയ്പും വിദ്വേഷവും വെച്ചുകൊണ്ട് നമ്മൾ ഈ കൃപയിൽ നിന്നും വീണുപോവുകയാണ്. तो यहाँ पर भी देखो अनुग्रह से गिरने का अवस्था, यानी कि क्या भाइयों के बीच में अनबन ना रखते हुए, शांति और मिलाप ना रखते हुए, कुछ भी जड़ कड़वाहट का जड़ यदि हमारे अंदर आ गया तो क्या होगा? हम अनुग्रह से गिर रहे हैं। അപ്പോൾ ഇങ്ങനെ അനുഗ്രഹത്തിൽ നിന്നും വീണ് കിടക്കുന്ന പലരെയും നിങ്ങൾക്ക് അറിയാമായിരിക്കാം, എനിക്കറിയാം, നിങ്ങൾക്കും അറിയാമായിരിക്കാം. അങ്ങനെയുള്ള അനേക അനുഭവങ്ങളുണ്ട്. आज इस तरह का बहुत अनुभव आप लोग जानते हैं, मैं भी जानता हूँ कि अनुग्रह से गिरा हुआ अवस्था में जो लोग हैं अभी भी आप लोग भी जानते हैं। അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങളിൽ ഒന്ന് ഈ രക്ഷ എന്നുള്ളത് ഒരിക്കലും നഷ്ടമാകുന്നില്ല, കാരണം അത് ദാനമാണ്. हाँ, तो दो बातें मैंने बताया, उद्धार और वो जो दान के विषय में, ये दोनों बातें हम नहीं खोते। എന്നാൽ കൃപ എന്നുള്ളത് നമുക്ക് നഷ്ടമാകാൻ സാധ്യതയുണ്ട്. കാരണം അത് നമ്മൾ അതിന്റെ ആ നിലയിൽ എടുക്കുന്നില്ല എങ്കിൽ നമ്മൾ കൃപയിൽ നിന്ന് വീണുപോകും. हाँ, तो अनुग्रह के विषय में आप देखा जाए तो उसको हम व्यर्थ ठहरा सकते हैं। अगर अनुग्रह को सही रीति से हम लोग ग्रहण नहीं करेंगे तो उससे हम गिर सकते हैं। നമുക്ക് അധികം കൃപ വേണമെങ്കിൽ നമ്മൾ കൂടുതലായി ദിവസത്തിൽ താഴണം. हमें अगर ज्यादा अनुग्रह चाहिए तो प्रभु की उपस्थिति में हमको नम्र होना पड़ेगा, നമുക്ക് കർത്താവിന്റെ അനുഗ്രഹം മതി. क्योंकि प्रभु का अनुग्रह काफी है। അതിനെ നമ്മൾ ഓരോ ദിവസവും നമ്മൾ അതിനെ താഴ്ത്തണം. वो इसीलिए एक एक दिन हमें अपने आप को नम्र करना है। നമ്മൾ ദൈവത്തിന്റെ വചനം അനുസരിക്കാനുള്ള ഒരു സമർപ്പണ ജീവിതത്തിലൂടെ നാം കടന്നു പോകണം. हमें एक एक दिन प्रभु पर आश्रय करते हुए नम्रता में हमें जीना है। അപ്പോൾ നമ്മൾ എത്രയോ പ്രാവശ്യം കൃപ അനുഗ്രഹം നഷ്ടമാക്കുന്നുണ്ട്. हम लोग कितने बार अनुग्रह को व्यर्थ ठहराया है, എത്രമാത്രം നമുക്ക് കർത്താവിൽ വളരാൻ കഴിയും, कितने बार हम लोग प्रभु में बढ़ सकते थे, അതിനുള്ള അവസരങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ നഷ്ടമാക്കി നമ്മൾ അനുഗ്രഹത്തെ നഷ്ടമാക്കുന്നു. कितने बार हम लोग वो मौका का व्यर्थ करते हुए अनुग्रह से भी हम गिरने देख रहे हैं। മൂന്നാമത്തെ ഒരു കാര്യം എനിക്ക് ഓർമ്മിക്കാനുള്ളത്, और तीसरा बात जो मैं आप लोगों को याद दिलाना चाहता हूँ, പുത്രത്വവും കൂട്ടായ്മയുമാണ്. वो है पुत्रत्व, यानी कि ले पालक और संगति। പുത്രത്വം ഒരിക്കലും നഷ്ടമാകില്ല, पुत्रत्व जो ले पालक है वो कभी भी खो नहीं सकते, എന്നാൽ കൂട്ടായ്മ നഷ്ടപ്പെടാം. लेकिन संगति से हम गिर सकते हैं, खो बैठ सकते हैं। ഈ രണ്ട് കാര്യം കൂടെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ये दो बातें भी अच्छी रीति से समझना है, ഇത് നമുക്ക് നഷ്ടമാക്കാൻ പാടില്ല. ये हमें खोना नहीं है। ഇതെല്ലാം നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമ്മുടെ പ്രാണന്റെ രക്ഷയോടുള്ള ബന്ധത്തിൽ വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. ये सब हमें इस जीवन में दुनिया में जीते समय में हमारा प्राण का उद्धार के लिए बहुत जरूरत की बात है ये। കാരണം പുത്രത്വം
എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ എങ്ങനെയാ പുത്രന്മാരായി തീർന്നേ? हम लोग ले पालक हम कैसे हो गए? കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ. प्रभु यीशु मसीह के विश्वास के द्वारा. അത് ദൈവത്തിൽ നിന്നും നടന്ന കാര്യമാണ്. वो परमेश्वर की ओर से हुआ है. ദൈവഹിതത്താൽ സംഭവിച്ചതാണ്. परमेश्वर की इच्छा के अनुसार हुआ है. അതിനി നഷ്ടമാകുന്ന കാര്യമില്ല. वो हम खो नहीं सकते. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു കാര്യമാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-13 വാക്യം. യോഹन्ना का सुसमाचार 1 अध्याय 12-13 हम सबको वाक्य मालूम है. എങ്കിലും വായിക്കാം. तो भी हम पढ़ते हैं. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. പുത്രത്വം ദൈവത്തിൽ നിന്നും ജനിച്ച ഒരു ജനനമാണ്. हाँ, तो पुत्र बनना ये ले पालक बोला पुत्रत्व को मिलने का विषय में यूहन्ना 1:12 और 13 में हम पढ़ते हैं कि जो कोई प्रभु यीशु मसीह को ग्रहण करता है उनको बच्चे होने का अधिकार है. जो उनका नाम पर विश्वास करता है वो लोग या तो खुद के इच्छा से नहीं, लहू से नहीं, या शरीर की इच्छा से नहीं, या मनुष्य की इच्छा से नहीं, बल्कि परमेश्वर की इच्छा से. तो परमेश्वर की इच्छा के द्वारा हम उनके बच्चे बन गए. ദൈവമക്കളെ, ഈ ഒരു സാക്ഷ്യം എപ്പോഴും നമുക്ക് ഉള്ളിൽ ലഭിച്ചുകൊണ്ടിരിക്കണം. ये गवाही सदा हमारे अंदर बना रहना चाहिए. ഇത് കർത്താവ് തന്നെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും. ये प्रभु हमको स्वयं बोलते रहेगा. ഒരു വിശുദ്ധന്റെ ജീവിതത്തിൽ ഈ അനുഭവം എപ്പോഴും ഉണ്ടാവും. एक पवित्र जन का जीवन में ये गवाही हमेशा रहेगा. നമ്മള് ഇപ്പോൾ തന്നെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക, നമ്മളെ കുറിച്ച് ആത്മാവ് നമ്മളെ കുറിച്ച് എന്ത് സാക്ഷ്യം പറയുന്നു. इसलिए आज हमारे विषय में अपने आप को परखे कि पवित्र आत्मा हमारे विषय में क्या गवाही देता है हमको. ഇപ്പോൾ നിങ്ങൾ ചോദിച്ചാലും ഈ ആത്മാവ് നിങ്ങളോട് ഇപ്പൊ സാക്ഷ്യം പറയും. अभी भी अगर आप प्रभु को पूछेंगे तो आत्मा आपको गवाही देगा. എന്ത് പറയുന്നത് അറിയാം? क्या है? റോമർ 8:16 रोमियो 8:16 में നാം ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു. हम परमेश्वर के बच्चे हैं करके आत्मा स्वयं हमारे आत्मा को गवाही देता है. എത്ര വലിയ കാര്യമാണ്! कितना बड़ी बात है. നമ്മൾ ദൈവമക്കളാണ് പ്രിയമുള്ളവരെ. इसलिए हम लोग परमेश्वर के बच्चे हैं प्रियो. വീണ്ടും ജനിച്ച എല്ലാവരും, അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിച്ച എല്ലാവരും ദൈവമക്കളാകുന്നു. नया जन्म जिसका हुआ है, यानी कि प्रभु यीशु मसीह तू मेरा प्रभु है, उद्धार पाकर पाप का क्षमा मिला हुआ हर एक जन परमेश्वर के बच्चे हैं. ഈ മക്കൾ എന്ന പദവി ഒരിക്കലും വീണ്ടും ജനിച്ചതെങ്കിൽ ഈ മക്കൾ എന്ന പദവി ഒരിക്കലും നഷ്ടമാകുന്നില്ല. तो अगर हमारा नया जन्म हो चुका है और बच्चे अगर हम हो चुके हैं, वो पदवी वो अधिकार हम कभी भी हटेगा नहीं, उससे हम कभी बदलेंगे नहीं. തിരുവചനം വ്യക്തമായും പറയുന്നു. परमेश्वर स्पष्ट रीति से कहता है. 1 യോഹന്നാൻ 3:1 पहला यूहन्ना 3:1 में കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. आमेन. पढ़ेंगे पहला तो यूहन्ना 3:1. देखो, पिता ने हमसे कैसा प्रेम किया है कि हम परमेश्वर की संतान कहलाए, और हम हैं भी. इस कारण संसार हमें नहीं जानता, क्योंकि उसे भी नहीं जानता. हाँ, और हम ये है भी. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ നമ്മൾ ദൈവമക്കൾ തന്നെയാകുന്നു, അതിലൊരു സംശയമില്ല, അത് സംശയിക്കേണ്ട ഒരു കാര്യവുമില്ല. हाँ, तो हम लोग परमेश्वर के बच्चे हैं करके ये बात सही है, इसकी हम लोग शक नहीं करना है. शक करने का कोई विषय यहाँ पर नहीं आता, क्योंकि हम है. ദൈവമക്കളായി തീർന്ന നമുക്ക് എല്ലാവർക്കും ലഭിച്ചിരിക്കുന്നത് പുത്രന്റെ കൂട്ടായ്മയാണ്. हाँ, हमें जो कोई भी प्रभु यीशु मसीह में ये जो नया जन्म पाए हुए लोग हैं, जो पुत्र बन चुके हैं, वो है कि हमें पुत्र के साथ संगति मिला है. ഈ കൂട്ടായ്മ നമ്മുടെ സഹോദരന്മാർ ഒരുമിച്ച് കൂടി വരുമ്പോഴാണ് നമ്മൾ അതിന്റെ ആഴത്തിൽ അനുഭവമാക്കുന്നത്. और ये संगति का जो अनुभव है उसका गहराई में कब हम प्रवेश करते हैं, जब हम सारे भाई बहनों के साथ जो इस रीति में जिनको भी उद्धार पाकर पुत्र बन चुके हैं, ये पुत्र बने हुए लोग जब एक साथ संगति करते हैं, तभी हम संगति के गहराई में प्रवेश करते हैं. നമ്മൾ കർത്താവിനോട് കൂടെ കൂട്ടായ്മ ഉള്ളപ്പോൾ തന്നെ നമുക്ക് കൂട്ടു സഹോദരങ്ങളോട് കൂടെയും കൂട്ടായ്മ വേണം. जब हमें प्रभु के साथ संगति में जब हम रहते हैं, उसी के साथ साथ हमें सब भाइयों के साथ भी संगति रहना है. ഞാൻ 1-2 കാര്യം വാക്യങ്ങൾ ഓർമ്മിക്കാം. मैं 1-2 वाक्य पढ़ाना चाहता हूँ. 1 കൊരിന്ത്യർ 1:9 पहला कोरिन्थी 1:9. തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. पढ़ेंगे पहला कोरिन्थी 1:9. परमेश्वर सच्चा है, जिसने तुमको अपने पुत्र हमारे प्रभु यीशु मसीह की संगति में बुलाया है. അപ്പോൾ പിതാവ് നമ്മളെ തന്റെ പുത്രന്റെ കൂട്ടായ്മയിലേക്കാണ് വിളിച്ചത്. पिता ने अपने पुत्र के संगति में हमें सहभागिता में बुलाया है. അപ്പോൾ ആ കൂട്ടായ്മയിൽ നമ്മൾ എപ്പോഴും ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. इस संगति में हम सदा बने रहना है, ये परमेश्वर चाहता है. നമ്മൾ 1 യോഹന്നാൻ 3:3 വായിക്കുന്നുണ്ട്. पहला यूहन्ना 1:3 में हम पढ़ते हैं. 1 John 1:3. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടത് നിങ്ങളോട് അറിയിക്കുന്നു. അപ്പോൾ ഇവിടെ യോഹന്നാൻ പറയാണ്, ഈ കർത്താവുമായിട്ട് കൂട്ടായ്മ ഉള്ളവർക്ക് പരസ്പര കൂട്ടായ്മ ഉണ്ടാവും. ഞങ്ങളോടുള്ള കൂട്ടായ്മ पढ़ेंगे 1:3 पढ़ेंगे. पहला यूहन्ना 1:3. जो कुछ हमने देखा और सुना है उसका समाचार तुम्हें भी देते हैं, इसलिए कि तुम भी हमारे साथ सहभागी हो, और हमारी यह सहभागिता
देखो हमारे सहभागिता किसके साथ है? पुत्र के साथ और उसका पिता परमेश्वर के साथ और उसका पुत्र प्रभु यीशु मसीह के साथ है बोलकर ये यूहन्ना क्यों बोल रहा है? ताकि आपस में संगति बने रहे, आपस में सहभागिता रहे। അപ്പോൾ കർത്താവിനോടുള്ള കൂട്ടായ്മ അത്യാവശ്യമാണ്. इसलिए प्रभु के साथ का सहभागिता संगति बहुत जरूरी है। ആ കൂട്ടായ്മയുടെ ഒരു ആഴമായ അനുഭവമാണ് വിശുദ്ധന്മാർ ഒരുമിച്ച് കൂടി വരുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. Amen। और वो संगति का गहरा अनुभव जब भाई लोग एक साथ इकट्ठा होते समय में मिलता है। അത് ആദ്യകാലം മുതലേ ഈ രക്ഷിക്കപ്പെട്ടവരുടെ മധ്യത്തിൽ ഉണ്ടായിരുന്നു. वो पहले दिनों से नया जन्म पाए हुए उद्धार प्राप्त किए हुए विश्वासी लोग करते थे। അത് ആരംഭത്തിൽ നമ്മൾ കാണുന്നുണ്ട്. वो शुरुआत से हम देखते हैं। നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 2:42 प्रेरितों का कार्य 2:42 में हम पढ़ते हैं। Acts 2:42 അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചു. അപ്പോൾ കൂട്ടായ്മ ആചരിക്കുക എന്നുള്ളത് അന്ന് രക്ഷിക്കപ്പെട്ടവരുടെ ഒരു വലിയ ഒരു പ്രവൃത്തിയായിരുന്നു. और वो लोग प्रतिदिन प्रेरितों के उपदेशों में और संगति में और रोटी तोड़ने में, मतलब वो लोग शुरुआत से ही हम लोग देखते हैं कि संगति में बना रहना, सहभागिता में बने रहने का वो यत्न वो लोग उस दिन से ही करते थे। എന്നാൽ लेकिन നമ്മുടെ കാലത്തിന്റെ അന്ത്യത്തിലെത്തിയപ്പോൾ हम क्योंकि अभी युग के अंत में पहुंच चुके हैं, ഒരു കാര്യം ശ്രദ്ധിക്കണം. एक बात समझना है। അനേക വിശുദ്ധന്മാരും ഈ കൂട്ടായ്മയെ നഷ്ടമാക്കാറുണ്ട്. बहुत से पवित्र जन ये संगति को खो बैठते हैं। പ്രിയമുള്ളവരെ, ഒരു കാര്യം ഞാൻ പറയട്ടെ. एक बात मैं बताना चाहता हूँ, നിങ്ങൾക്ക് ആ പുത്രത്വം നഷ്ടമാകുന്നില്ല, आप लोगों को पुत्रत्व आप नहीं खो रहे, എന്നാൽ നിങ്ങൾ കൂട്ടായ്മ നഷ്ടമാക്കുന്നു. तो लेकिन आप संगति को खो बैठ सकते हैं। ഇത് ആത്മീയ ജീവിതത്തിലെ ഒരു വലിയ പരാജയമാണ്. ये आत्मिक जीवन में एक बहुत बड़ा हार का अवस्था को दिखाता है। ഇവിടെ പറയുന്നത് കൂട്ടായ്മ നഷ്ടപ്പെട്ടത് കൊണ്ട് ഒരു വ്യക്തി നഷ്ടമാകുന്നു, അവന്റെ ആത്മരക്ഷ നഷ്ടമാകുന്നു അല്ല. इसका मतलब ये नहीं कि जो संगति से खो बैठता है उसका उद्धार खो बैठेगा, वो नरक में जाएगा, वो नहीं है विषय इधर, वैसा नहीं होगा। ഇത് നിങ്ങൾ പ്രത്യേകം ഉപയോഗിച്ചറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും വിശദമായി പറയുക. ये आप लोग सही रीति से समझ सके इसके लिए मैं इतना स्पष्टता से बता रहा हूँ। എന്നാൽ അനേകരും എന്ത് ചെയ്യുന്നു? लेकिन बहुत लोग क्या करते हैं, കൂട്ടായ്മ നഷ്ടമാകുന്നു. वो लोग संगति को खो बैठते हैं। നമ്മൾ ചിന്തിക്കുക, അപ്പൊ ഇന്ന് തന്നെ നമുക്കിപ്പം ഈ ലോക്ക്ഡൌൺ പീരീഡ് ആയിട്ട് പോലും ഇന്ന് പോലും ഈ കൂട്ടായ്മയിലേക്ക് എത്രയോ പേര് വന്നിട്ടില്ല. आज अगर ये लॉकडाउन की अवस्था में होकर भी प्रभु ने हमको इतना सुविधा दिया, इतना बातें हमको प्रभु ने मुमकिन करके दिया, इतना सब होने के बाद भी आज कितने लोग संगति में जुड़े नहीं है हमारे साथ। അവർക്ക് വീട്ടിലിരുന്നുകൊണ്ട് 8:30 അറ്റൻഡ് ചെയ്യാം. പക്ഷെ 8:30 ആയപ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ കണ്ടത് 10-20 പേരെയാ. तो यहाँ हम लोग घर पे बैठते बैठते ही आज 8:30 बजे का संगति में हम लोग को जुड़ना चाहिए था, लेकिन 8:30 बजा तो तभी मैंने देखा सिर्फ 5 से 10 लोग ही जुड़े हुए हैं। നമ്മൾ ശ്രദ്ധിക്കണം. हमें जरा सोचना है। ഞാൻ നിങ്ങളെ ആരെയും ദോഷം പറയല്ല, കുറ്റം പറയല്ല. मैं किसी का दोष या गलती नहीं बता रहा। നമ്മുടെ ആ കർത്താവിന്റെ ആ നമ്മുടെ കൂട്ട സഹോദരങ്ങളോട് ഒരുമിച്ചുള്ള ആ കൂട്ടായ്മയുടെ തീഷ്ണത പറയുക. लेकिन हम लोग भाई लोग जब इकट्ठा होते समय में उस इकट्ठा में होने का जो तीव्रता है, जो वो तेज है, जो आत्मा का वो जलन है, वो जलन के बारे में मैं बता रहा हूँ। ഞാനാണെങ്കിൽ അരമണിക്കൂർ മുമ്പേ വന്നിരുന്നു. मैं तो आधा घंटा पहले आया, मतलब 8 बजे रेडी था। അപ്പോൾ ഓരോരുത്തര് പിന്നെ ആ ഡോളി സിസ്റ്ററും ധനോട്ടങ്ങളും ഒക്കെ വരാൻ തുടങ്ങി. അപ്പോൾ പൗലോസും സിസ്റ്ററും വരാൻ തുടങ്ങി. ഭയങ്കര സന്തോഷമായി. तो तब मैं एक एक भाई लोग बहनों को प्रवेश करते हुए देखा, डॉली बहन को देखा, दारूपुर ब्रदर को देखा, पॉल ब्रदर को देखा, एक एक जन आ रहे। तो जैसा जैसा लोग जुड़ते जा रहे हैं मेरा आनंद बढ़ते जा रहा है। നമ്മള് പരസ്പരം ഇന്ന് കാണുകയും ഒന്ന് വിഷയം ചെയ്യുമ്പോൾ എന്തൊരു ആത്മാവിൽ സന്തോഷമാണ്. हम लोग इस तरह एक दूसरे को मिलकर प्रेज लॉर्ड बोलना, ये कितना आनंद की बात है ना। എന്നാൽ ചിലരുടെ ഇതെന്ന് പറഞ്ഞാല് മീറ്റിംഗ് തുടങ്ങിയിട്ട് വരുള്ളൂ, എന്നിട്ട് തീരുന്നതിന് മുമ്പ് അങ്ങ് പോവുകയും ചെയ്യും. लेकिन कुछ लोगों का जिद है कि मीटिंग चालू होने के बाद आना और खत्म होने से पहले जाना। ഒന്ന് വിഷ് ചെയ്യാൻ പോലും അവർക്ക് ഉത്സാഹം. मतलब वो उन लोगों को मतलब एक ग्रीट करने के लिए, यानी कि प्रेज लॉर्ड बोलने के लिए भी समय नहीं है। നമ്മുടെ ജീവിതത്തിലെ എവിടെയോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരാജയം അടഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ തെളിവാണ്. तो ये सब बातों में हमारे जीवन में एक थोड़ा कमी है, ये बात को हार का अवस्था को दिखाता है। അത് നമ്മൾ മനസ്സിലാക്കണം. हमें बात समझना है। നമ്മുടെ കുറവുകളെ ഏറ്റവും ഉപേക്ഷിക്കണം. हमें ये सब बातों को हमें प्रभु की उपस्थिति में रखना है। കൂട്ടായ്മയ്ക്ക് വേണ്ടി നമ്മൾ ഉത്സാഹിക്കണം. हम लोग संगति के विषय में ज्यादा उत्साह रखना है। ഞാൻ ഒരു വാക്യം വായിപ്പിക്കട്ടെ. मैं एक वाक्य पढ़ना चाहता हूँ। എബ്രായർ 10:24-25. इब्रानियों का पुस्तक 10वां अध्याय 24 और 25। Hebrews chapter 10 24-25। ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവർത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുവിൻ. നാൾ സമീപിക്കുന്നുവെന്ന് കാണുന്തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. पढ़ेंगे 10 का 24-25। और प्रेम और बुरे कामों में उकसाने के लिए हम एक दूसरे की चिंता किया करें और एक दूसरे के साथ इकट्ठा होना न छोड़े, जैसा कि किस्मों की रीति है, पर एक दूसरे को समझाते रहे और जो उस दिन को निकट आके देखो, जो और भी अधिक किया करो.
അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം, तो इधर हम एक बात देखते हैं, പലരും അങ്ങനെയുള്ള കുറച്ചുപേരുണ്ടെന്ന് തന്നെ ഇവിടെ വചനം പറയുന്നത്. यहाँ पर लिखा है कि ऐसा कुछ लोग हैं, ചിലർ ചെയ്യുന്നത് പോലെ. कुछ लोग जैसा करते हैं. ദൈവമക്കളെ, നമ്മള് പരാജിതരുടെ കൂട്ടത്തിലാകാൻ പാടില്ല. इसलिए प्रिय, हम लोग हारे हुए विश्वासियों के समान ना होए, നാം ജയാളികളായി തീരണം. हम लोग विजय बनना है. നമുക്ക് ഓരോ ദിവസവും ഞാൻ വിജയ ജീവിതം നയിക്കുന്നു എന്ന് നമ്മൾ വ്യക്തമായിട്ട് അനുഭവിച്ചറിയണം. हम लोग एक दिन हम लोग विजय में हम लोग बढ़ रहे करके ये बात अनुभव से हमको समझना है. നമുക്ക് കൂട്ടായ്മയ്ക്ക് വേണ്ടിയുള്ള എരിവ് വർദ്ധിക്കണം. अब संगति के विषय में, इकट्ठा होने के विषय में जो आनंद और जलन है बढ़ना है. ഞാൻ പലപ്പോഴും പറഞ്ഞല്ലോ, നിങ്ങൾ വിശുദ്ധന്മാർ പരസ്പരം ഇങ്ങനെ അല്ലെങ്കിൽ ഫോണിലൂടെ ആണെങ്കിൽ ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. इसके लिए मैं हमेशा मेरे भाइयों को मैं प्रोत्साहन करते रहता हूँ, अगर जूम इस तरह कंप्यूटर जरिया नहीं है तो कम से कम फोन करके आप लोग एक दूसरे को संगति में आप लोग बरकरार रखना. ആത്മീയ കാര്യങ്ങളെ കുറിച്ച് അധികമായി കേൾക്കണം. आत्मिक विषयों में ज्यादा उत्साह के साथ सुनना, അത് നിങ്ങൾ ഒരിക്കലും നഷ്ടമാക്കരുത്. वो आप ये बात को कभी ना खोए. Praise the Lord. Praise the Lord. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം വളരെ ഗഹനമായിട്ട് ശ്രദ്ധിക്കണം. अभी जो बात बोलने जा रहा हूँ वो बहुत गहरा है, इसलिए ध्यान से समझना. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ വായിച്ചെന്തുവാണ്, നമ്മുടെ പുത്രത്വം നഷ്ടമാകുന്നില്ല, എന്നാൽ കൂട്ടായ്മ നഷ്ടമാകും. तो हम लोग जो परमेश्वर के पुत्र है, वो पुत्र होने का अवस्था हम कभी नहीं खोएंगे, लेकिन संगति को हम खो सकते हैं. അപ്പോൾ നമ്മുടെ രക്ഷ നഷ്ടമാകുകയില്ല, എന്നാൽ രക്ഷയുടെ സന്തോഷം നഷ്ടമാകാം. तो हम लोग जैसा पहले हमने देखा, हम लोग उद्धार को नहीं खोएंगे, लेकिन उद्धार का आनंद को हम खो सकते हैं. നമുക്ക് ദാനം നഷ്ടമാകുകയില്ല, എന്നാൽ കൃപ നഷ്ടമാകാം. हम लोग दान को हम लोग खो नहीं सकते, लेकिन अनुग्रह को हम खो सकते हैं, उसमें गिर सकते हैं. നമ്മുടെ പുത്രത്വം നഷ്ടമാകുകയില്ല, എന്നാൽ കൂട്ടായ്മ നഷ്ടമാകാം. लेकिन पुत्र होने का अवस्था को हम खो नहीं सकते, लेकिन संगति को हम खो सकते हैं. മനസ്സിലാകുന്നുണ്ടല്ലോ? आप लोग समझ रहे हैं ना? ഇനി ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. अब ये बात बताना चाहता हूँ. നമുക്കറിയാം, നമ്മൾ മരണാനന്തരം നമുക്ക് സ്വർഗത്തിൽ അവകാശവും പ്രതിഫലമുണ്ട്. हमें जो मृत्यु के बाद हमें जब आने वाले युग में हम लोग प्रवेश करेंगे, वहां पर हम क्या देखते हैं, हमें वहां पर प्रतिफल मिलेगा. അവകാശമുണ്ട്, പ്രതിഫലമുണ്ട്. सॉरी, वहां पर विराज है और प्रतिफल है, दो बातें हैं, विराज है और प्रतिफल है. ഈ കാര്യത്തിലും അനേകർക്കും ശരിയായിട്ടുള്ള ഒരു അറിവില്ല. इस विषय में भी बहुत लोगों को सही जानकारी नहीं है. നമ്മുടെ അവകാശം ഒരിക്കലും നഷ്ടമാകില്ല, हमारा विराज जो है हम कभी नहीं खोएंगे, എന്നാൽ പ്രതിഫലം നഷ്ടമാകാം. लेकिन प्रतिफल को हम खो सकते हैं. ശ്രദ്ധിക്കണേ, समझना अच्छी रीति से. നമുക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ നമ്മൾ മക്കളെന്ന നിലയിൽ നമുക്ക് അവകാശം ലഭിക്കും നിശ്ചയം. हमें हम लोग जो बच्चे होने की वजह से, संतान होने की वजह से उसके पीछे जो मिलने वाला मिराज है, वो मिराज को हम कभी नहीं खोएंगे. വീണ്ടും ജനിച്ച എല്ലാവർക്കും അവകാശം ലഭിക്കും. नया जन्म पाया हुआ हर एक विश्वासी को मिराज वहां पर मिलेगा. ഈ അവകാശവും പ്രതിഫലവും രണ്ടും രണ്ടാവട്ടെ. लेकिन मिराज एक बात है और प्रतिफल अलग बात है. ഈ ലോകത്തിൽ വെച്ച് കർത്താവിൽ വിശ്വസിച്ച് നമ്മൾ ചിലപ്പോൾ അവസാന നിമിഷമായിരിക്കാം വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടത്, അവർക്കും അവകാശം കിട്ടും. हाँ, तो इसके लिए हम ऐसा भी हो सकता है कि इस दुनिया में हम लोग विश्वास करते समय में हम लोग मृत्यु के अंत समय भी तक देखा जाए तो मरने के कुछ समय पहले तक हमने विश्वास किया, उनको भी प्रतिफल मिले, मिराज मिलेगा. അവകാശം കിട്ടും, അവർക്ക് പ്രതിഫലം കിട്ടുന്ന അവകാശം കിട്ടും. उनको मिराज, उनको मरने से कुछ समय पहले भी यदि कोई विश्वास किया तो उनको मिराज मिलेगा. അപ്പോൾ അവർക്ക് പ്രതിഫലമല്ല കിട്ടുന്നത്, लेकिन उनका प्रतिफल के विषय में हमें देखना है, नहीं मिलेगा. നമ്മൾ ശ്രദ്ധിക്കണം. हमें एक बात समझना है. ഈ കാര്യത്തിലും ശരിക്കൊരു അറിവില്ലാത്തതുകൊണ്ട് പലരും അതിനെയും തെറ്റിദ്ധരിക്കാറുണ്ട്, അങ്ങനെ ചിന്തിക്കാറുണ്ട്. इस विषय में भी लोगों को सही बात में जानकारी ना होने की वजह से उसमें भी गलत फहमियां आता है. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രതിഫലം എപ്പോഴും നമ്മുടെ പ്രവർത്തിക്കാം. प्रतिफल जो है हमारे क्रिया के हिसाब से है. പ്രതിഫലം പ്രവർത്തിക്കുന്നവർക്ക് ലഭിക്കുന്നതാണ്, എന്നാൽ അവകാശം രക്ഷിക്കപ്പെട്ട എല്ലാ വിശ്വാസികൾക്കും ലഭിക്കുന്നതാണ്. मिराज जो है उद्धार पाए हुए हर एक विश्वासी को मिलता है, लेकिन प्रतिफल जो है क्रिया के अनुसार है. അതിനെ തെറ്റിദ്ധരിച്ച ആൾക്കാർ ചിന്തിക്കാറുണ്ട്. उसमें भी गलत रीति का उपदेश लोग बताते हैं. നമുക്ക് ഏത് രക്ഷിക്കപ്പെട്ട വ്യക്തിക്കും അനേക പ്രതിഫലങ്ങൾ സ്വർഗത്തിലുണ്ട്. हर एक नया जन्म पाया हुआ विश्वासी को बहुत सारा प्रतिफल स्वर्ग में है. അത് നഷ്ടമായില്ല. प्रतिफल അല്ല, അവകാശം, അനേക അവകാശങ്ങളുണ്ട്. तो सॉरी, तो हर एक नया जन्म पाया हुआ को बहुत सारा मिराज है, वो मिराज वो लोग नहीं खोएंगे. അത് തിരുവനന്തപുരത്തിലൂടെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. मैं वचन के आधार पर बताना चाहता हूँ. 1 പത്രോസ് 1-ാം അധ്യായം അതിന്റെ 4-5 വാക്യം. पहला पत्रोस पहला अध्याय का 4 और 5. 3 മുതൽ വായിക്കാം, 3 മുതൽ 5 വായിക്കാം. पहला पत्रोस पहला अध्याय 3 से 5. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ
വീട്ടിൽ ജനിക്കും. അപ്പൊ ഇവിടെ ഇങ്ങനെയുള്ള അവകാശങ്ങൾ നമുക്ക് ലഭിക്കും. अब पढ़ेंगे उसका 3, 4 और 5, पहला पत्रोस पहला अध्याय 3, 4 और 5। हमारे प्रभु यीशु मसीह के परमेश्वर और पिता का धन्यवाद हो, जिसने यीशु मसीह के मरे हुओं में से जी उठने के द्वारा हमारी बड़ी दया से हमें जीवित आशा के लिए नया जन्म दिया, अर्थात एक अविनाशी और निर्मल और अजर मिरास के लिए, जो तुम्हारे लिए स्वर्ग में रखी है, जिसकी रक्षा परमेश्वर की सामर्थ से विश्वास के द्वारा उस उद्धार के लिए जो आने वाले समय में प्रकट होने वाली है की जाती है। हाँ, एक ऐसा मिरास हमको मिलने वाला है जो परमेश्वर के सामर्थ्य से संभाला गया है। एक मिरास ये हर विश्वासी को मिलेगा। ഇത് രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും അവകാശം ആർക്കും നഷ്ടമായില്ല. हाँ, ये नया जन्म पाया हुआ हर एक विश्वासियों को ये जो मिरास है ये सबको मिलेगा, എന്നാൽ പ്രതിഫലം നഷ്ടമാവും. लेकिन प्रतिफल को हम खो बैठेंगे। എന്താണ് കാരണം? वो कारण क्या है? നമ്മള് ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ നമുക്കറിയാം, നമ്മള് എപ്പോഴാണ് ജീവന്റെ നടത്തം ആരംഭിക്കുന്നത്? हमारा ये जीवन का चाल चलन को हमने कब चालू किया है? നമുക്കറിയാം, നമ്മുടെ പഴയ മനുഷ്യനെ കുഴിച്ചിട്ടു, हमारा पुराना मनुष्य को हमने गाड़ दिया പുതിയ മനുഷ്യനായി പുറത്തു വന്നു. और नया मनुष्य बनकर बाहर आया। നമ്മള് റോമാലേഖനം 6-4 വാക്യത്തിന്റെ അവസാനം വായിക്കുന്നുണ്ട്, ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. हाँ, रोमियो का 6 का 4 में हम पढ़ते हैं कि उस जीवन का नयापन में चलने के लिए। അപ്പോൾ ജീവന്റെ പുതുക്കം ആരംഭിക്കുന്ന സമയം മുതലുള്ള എല്ലാ പ്രവൃത്തികളും നിത്യതയോടുള്ള ബന്ധത്തിൽ ബാധകമാണ്. इसके लिए नया जीवन हमने उस नयापन का जीवन में जब हमको मिलने के बाद उस जीवन से हम जब भी चलते लगते हैं वो अनंतता में उसका लाभ मिलेगा। അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 5:10 വായിക്കുന്നു, इसलिए दूसरा कोरिन्थी 5 का 10 में हम पढ़ते हैं, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ വെളിപ്പെടേണ്ടതാകുന്നു. पढ़ेंगे दूसरा कोरिन्थी 5 का 10। क्योंकि आवश्यक है कि हम सबका हाल मसीह के ज्ञान के आसन के सामने खुल जाए, कि हर एक व्यक्ति अपने अपने भले बुरे कामों का बदला जो उसने देह के द्वारा किए हो पाए। അപ്പോൾ ഇവിടെ നമ്മുടെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത്, അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ട ശേഷം നമ്മുടെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്കും നിത്യതയിൽ പ്രതിഫലം പ്രാപിക്കാം, ആ പ്രതിഫലം നഷ്ടമാക്കുകയും ചെയ്യാം. हाँ, तो यहाँ पर हम देखते हैं कि हमें शरीर में रहते समय में, देह में रहते समय में जो भी भला कार्य बुरा कार्य किया है उसके हिसाब से हमें प्रतिफल मिलेगा, यानी कि मिलेगा भी और उसके हिसाब से नहीं किया तो खोएंगे भी, हम देखते हैं। അല്ല, നമ്മൾ ചെയ്ത കാര്യങ്ങളിൽ പോലും നമുക്ക് നഷ്ടങ്ങൾ വരാം, നമ്മൾ ശരിയായ നിലയിൽ ചെയ്തില്ലെങ്കിൽ. हाँ, तो यानी कि जो बातें हमने किया है उस किया हुआ बात में भी अगर सही रीति से नहीं किया है तो प्रतिफल हम खो सकते हैं। ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വളരെ വിശദീകരിച്ചതാണ്. ये सब हमने गए दिनों में क्लास में सब वर्णन करके दिया है, എങ്കിലും ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു കാര്യം വാക്യം വായിപ്പിക്കാം. लेकिन याद करने के लिए मैं एक बात बताना चाहता हूँ। 1 കൊരിന്ത്യർ 3-ാം അതിന്റെ 11 മുതൽ 15 വരെയുള്ള വാക്യമാണ്. पहला कोरिन्थी 3 अध्याय 11 से 15 ശ്രദ്ധിക്കുക. हमें समझना है। पहला कोरिन्थी 3 का 11 से 15। നമ്മൾ ഇങ്ങനെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ പോലും നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് പ്രതിഫലം നഷ്ടമാകും. यानी कि हम लोग शरीर में रहते समय में जो भी क्रियाएं किया है वो क्रिया को सही आधार पर नहीं करेगा तो भी प्रतिफल खो सकते हैं। നിങ്ങളാരും ഒരു പ്രതിഫലം നഷ്ടമാക്കല്ലേ ദൈവമക്കളെ. आप कोई भी प्रतिफल ना खोए। അപ്പോൾ ഇതിന്റെ സോഴ്സ് നമ്മൾ മനസ്സിലാക്കണം. उसका श्रोता क्या है हमें समझना है। നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും हम लोग जो भी काम करते हैं, നമ്മളൊരു നല്ല കാര്യം ചെയ്തോ എന്നുള്ളതല്ല വിഷയം. हम लोग कोई अच्छा काम किया है वो नहीं है विषय। നമ്മൾ ആ കാര്യം ഏത് സോഴ്സിൽ ചെയ്തു, അതിന്റെ പിന്നിലുള്ള ശക്തി എന്തായിരുന്നു. हाँ, तो लेकिन हम लोग जो कार्य करते समय में उसका श्रोता कहाँ से था, शुरुआत कहाँ से हुआ, कौन सा सामर्थ्य से हमने किया है वो है विषय। അത് നമ്മൾ ചെയ്യായിരുന്നോ അതോ കർത്താവ് നമ്മളോട് ചെയ്യായിരുന്നോ എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് കരുതേണ്ടത്. वो हम कर रहे थे कि प्रभु हमारे द्वारा कर रहा था, ये है विषय। നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാ. हम लोग बहुत से अच्छा कर्म करने वाले लोग हैं, നമ്മളാ ചെയ്തെങ്കിലും പ്രയോജനമില്ല. हम लोग करें तो भी फायदा नहीं है। അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് उधर है विषय, നമ്മളിലൂടെ കർത്താവ് ചെയ്യണം. हमारे द्वारा मसीह करना है, അതാണ് ഈ ഭാഗത്ത് വിവരിക്കുന്നത്. वो है बात यहाँ पर हम देखते हैं। ഒരുപാട് ഞാൻ ഇതിനു മുമ്പ് ക്ലാസ്സിൽ എടുത്തതായതുകൊണ്ട് ഞാൻ ഒരുപാട് വിശദീകരിക്കുന്നില്ല. ये बातें पहले भी क्लासों में मैंने लिया, इसलिए मैं ज्यादा वर्णन नहीं कर रहा। ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കുന്നു. वो बस मैं फटक से पढ़ना चाहता हूँ। 1 കൊരിന്ത്യർ 3:11 മുതൽ 15. हाँ, पहला कोरिन्थी 3 अध्याय 11 से 15। യേശുക്രിസ്തു എന്നായിട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന് വെള്ളി വിലയേറിയ കല്ല് മരം പുല്ല് വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരും. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ട് വരും. ഓരോരുത്തൻ്റെ പ്രവൃത്തി ഇന്ന വിധം എന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. എപ്പോഴാണ് പ്രതിഫലം കിട്ടുന്നത്? നിലനിൽക്കുന്ന പ്രവൃത്തിക്ക് പ്രതിഫലം കിട്ടും.
ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രയും. पढ़ेंगे 11 से 15 जल्दी से। क्योंकि उस नियम को छोड़ जो पड़ी है और वह यीशु मसीह है, कोई दूसरी नियम नहीं डाल सकता। यदि कोई उस नियम पर सोना या चांदी या मोहर या पत्थर या कांच या घास का फूल का रखा रखे तो हरेक का काम प्रकट हो जाएगा, क्योंकि वह दिन उसे बताएगा, इसलिए कि आपके साथ प्रकट होगा। और वह आप हरेक का काम परखेगी कि कैसा है। जिसका काम उस पर बना हुआ स्थिर रहेगा वह मजदूरी पाएगा। हाँ, यानी कि जिसका काम बना रहेगा, स्थिर रहेगा, वो मजदूरी पाएगा। आगे यदि किसी का काम जल जाएगा तो वह हानि उठाएगा, हाँ। पर वह अब बच जाएगा, परंतु जलते जलते। हाँ, लेकिन जिसका काम जल गया है उसको प्रतिफल नहीं मिलेगा, वो बहुत नुकसान उठाना पड़ेगा उसको। അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ട ശേഷം നമ്മുടെ ഓരോ ദിവസത്തെയും ഓരോ പ്രവൃത്തികളും നമ്മൾ കർത്താവിനാൽ ചെയ്യപ്പെടണം. നമുക്കറിയാം, പൗലോസിനെ പോലും പറയുന്നത് അറിയോ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സൈവത്തിൽ മതിയാവുന്നു എന്ന് പറഞ്ഞാല് കർത്താവിലൂടെയാണ് താൻ എല്ലാം ചെയ്തതെന്നാണ് ആ പറഞ്ഞതിന് സാരം. तो मतलब हर एक विश्वासी जब वो मसीह जीवन में जीता है, समय में मसीह उसके अंदर बना रहकर वो कार्य करता है। इसलिए पौलुस क्या कहता है, मैं एक एक दिन जो भी कार्य करता हूँ, मसीह जो मुझे बल देता है उसके अनुग्रह से वो कर रहा है। കാരണം തന്റെ കഴിവിലല്ല താൻ ചെയ്തേ, यानी कि उसका काबिलता से नहीं किया, കർത്താവ് തനിക്ക് കൊടുക്കുന്ന ബലമനുസരിച്ച് താൻ ചെയ്തേ. मसीह ने उसको जो बल दिया उसके हिसाब से किया। അപ്പോൾ തനിക്ക് സ്വതയം ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. मतलब उसको स्वयं को खुद से करने नहीं हुआ। അതൊരു രീതിയിൽ പറഞ്ഞാൽ അത് കർത്താവിന്റെ രീതി തന്നെയായിരുന്നു. वो मतलब देखा जाए तो एक तरफ से प्रभु का रीति ही है वो। കാരണം നമ്മള് യോഹന്നാൻ 5:19 കർത്താവ് തന്നെ പറയുന്നുണ്ട്. യോഹन्ना 5:19 में प्रभु कहता है, അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ്. वो ध्यान से समझने वाली बात है। അതിന്റെ 19 വാക്യത്തിൽ വായിക്കുന്നത്, ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതേ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. അവൻ ചെയ്തത് എല്ലാം പുത്രനും അവണ്ണം ചെയ്യുന്നു. അപ്പോൾ സ്വതേ പുത്രന് പോലും ചെയ്യാൻ കഴിഞ്ഞില്ല. पढ़ेंगे 5:19। इस पर यीशु ने उनसे कहा, मैं तुमसे सच सच कहता हूँ, पुत्र आपसे कुछ नहीं कर सकता, केवल वह जो पिता को करते देखता है। हाँ। क्योंकि जिन कामों को वह करता है उन्हें पुत्र भी उसी रीति से करता। तो पुत्र आपसे खुद को नहीं कर सकता। അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, इसलिए एक बात समझना है, നമുക്ക് യഥാർത്ഥമായിട്ടും നിത്യതയിൽ നിലനിൽക്കുന്ന ആ ഫലം കിട്ടണമെങ്കിൽ രക്ഷിക്കപ്പെട്ട നമ്മൾ ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചിട്ട് ആ ആത്മാവിന്റെ നിയന്ത്രണത്തിൽ ആത്മാവിനാൽ നമ്മൾ ആ കാര്യം ചെയ്യണം. इसलिए हमें अनंतता में जो अगर हमारा प्रतिफल अगर टिका रहना है, बना रहना है, तो आत्मा के नियंत्रण के अनुसार, आत्मा के चलाए जाने के अनुसार करना है। ദൈവം നമ്മൾ ജഡത്തിൽ എത്ര നല്ല പ്രവൃത്തി ചെയ്താലും അത് ജഡത്തിന്റെ പ്രവൃത്തിയാ, അത് ഒരിക്കലും നിലനിൽക്കില്ല. हम लोग शरीर में जो भी कार्य करता है वो शरीरी काम है, वो कभी टिकता नहीं। അതുകൊണ്ട് പറയാം, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. जो शरीर में से जो शरीर से जन्मता है वो शरीर ही है, वो उसका कोई फायदा नहीं है। അപ്പോൾ നമ്മൾ ആത്മാവിൽ വീണ്ടും ജനിച്ച് इसलिए आत्मा में नया जन्म प्राप्त करने के बाद ആ ആത്മാവിനാൽ നമ്മളിൽ ഓരോ കാര്യങ്ങൾ നടക്കണം. उसी आत्मा के अनुसार हमें एक एक बातें करना है। ഇന്നലെ ആത്മാവിന്റെ പ്രവൃത്തികളെ കുറിച്ചൊക്കെ हम കാണുകയുണ്ടായിരുന്നു. लोग आत्मा के क्रियाओं के बारे में हम लोग कल परसों भी हम देख रहे थे, ഞാനത് വിശദീകരിക്കുന്നില്ല. इसलिए मैं ज्यादा वर्णन नहीं कर रहा। അപ്പോൾ ഇതാണ് നമ്മൾ പ്രാണന്റെ രക്ഷയുള്ള ബന്ധത്തിൽ ഏറ്റവും ഗൗരവമായി ഗണിക്കേണ്ട ഒരു കാര്യം. इसके लिए यही बातें हैं हम लोग प्राण के उद्धार में जो सबसे ज्यादा ध्यान करने वाला, मनन करने वाला बात है। ഇനി ഈ രക്ഷയുടെ മൂന്നാമത്തെ ഭാഗത്തോട് പെട്ടെന്ന് കിടന്നിട്ട് അതോടെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ ആയിരിക്കും. और ये तीसरा उद्धार का तीसरा भाग को भी बताकर मैं फटाक से खत्म करना चाहता हूँ। ഈ ദേഹത്തിന്റെ ശരീരത്തിന്റെ രക്ഷ അത് ഭാവികാല രക്ഷയാണ്. और ये हमारा शरीर का जो उद्धार है, जो हमारा शरीर महिमादायक होगा, एक भविष्य उद्धार है वो। ഇത് പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നുള്ള നമ്മുടെ വിടുതലാണ്. ये हमें पाप का उपस्थिति से ही हमें छुटकारा देगा। Praise the Lord. Praise the Lord। അപ്പോൾ അല്ലേലൂയ, നമ്മൾ ഇതിനു മുൻപ് ഈ വിഷയങ്ങൾ വളരെ ഗഹനമായിട്ട് കണ്ടതാണ്. गए दिनों में हमने इस विषय को गहराई से हमने लिया भी है। നമ്മള് പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു. हम लोग पाप का दंड से हम लोग बच गए ആത്മാവിൽ. आत्मा में। നമ്മൾ പാപത്തിന്റെ ശക്തിയിൽ നിന്ന് ഓരോ ദിവസവും രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് പ്രാണന്റെ രക്ഷ. और हम लोग अपना प्राण का उस सामर्थ से एक एक दिन बचते जा रहे हैं, ये बचते रह जा रहे हैं को कहते हैं प्राण का उद्धार। അപ്പൊ പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള ഒരു രക്ഷയാണ് പ്രാണന്റെ രക്ഷ. यानी कि प्राण का सामर्थ से प्रतिदिन बचते जा रहा है, ये अवस्था को कहते हैं प्राण का उद्धार। എന്നാൽ ദേഹത്തിന്റെ രക്ഷ, लेकिन जो शरीर का उद्धार है, അത് പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നും നമ്മൾ രക്ഷിക്കപ്പെടുന്നു. हमारा ये देह, हमारा जो शरीर है, देह का उद्धार हमारा पाप का उपस्थिति से बचने को कहते हैं। ഇത് ഭാവികാല രക്ഷയാണ്. ये भविष्य में होने वाला बात ഈ है। രക്ഷയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ये उद्धार है अभी आने वाला है। ഞാൻ അതുകൊണ്ട് പെട്ടെന്ന് ചില വാക്യങ്ങൾ നല്ല ഓർപ്പിക്കാം. इसलिए फटाक से कुछ वाक्यों को मैं याद दिलाना चाहता हूँ। റോമാലേഖനം 8-ാം അധ്യായം 23-ാം വാക്യം. रोमियो 8:23।
നിങ്ങൾ എന്നോട് കൂടെ വരുന്നുണ്ടല്ലോ. आप लोग मेरे साथ है ना? റോമർ 8:23. रोमियो 8:23 में 8:23 रोमन्स. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ ഉത്തരത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ഈ ഒരു ഞരക്കം രക്ഷിക്കപ്പെട്ട ഒരു ദൈവമക്കളിൽ ഉണ്ടാകണം. അവനാണ് യഥാർത്ഥത്തിൽ ജയാളിയായ വിശുദ്ധൻ. ये 8:23 पढ़ेंगे. और केवल वही नहीं, पर हम भी जिनके पास आत्मा का पौधापन है, आप ही में अपने में कराते और नए पालक होने की अर्थात अपने देह के छुटकारे की बात कहते हैं. तो ये आत्मा हमारे अंदर गहराता है, करकराता है. ये अवस्था हर एक नया जन्म पाया हुआ विश्वासी के अंदर होगा. जो विजय का रास्ते में चलता है उसके अंदर में ये अवस्था होते रहेगा. അപ്പോൾ ഇത് നമ്മുടെ ഭാവിയിൽ നടക്കാൻ പോകുന്ന, ഇന്ന് കർത്താവ് വന്നാൽ ഇന്നത് സംഭവിക്കും. यानी कि ये भविष्य में होने वाली बात है. अगर आज प्रभु आया तो आज होगा. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ രക്ഷ, ഈ ഭാവികാല രക്ഷ, നമ്മൾ അതിനെ കുറിച്ച് അല്പമായിട്ട് ചിന്തിച്ച് നിർത്തുകയാണ്. इसके लिए ये भविष्य का जो उद्धार के विषय में, उसमें थोड़ा विषय में मैं समय लेकर बताना चाहता हूँ. കാരണം ഇതും ഒരൊറ്റ ക്ഷണത്തിൽ സംഭവിക്കുന്നത്. क्योंकि ये भी पलक झपकते ही थोड़े देर में होने, फटाक से होने वाली बात है. അപ്പോൾ ആത്മരക്ഷയും ഒരൊറ്റ ക്ഷണത്തിൽ സംഭവിക്കുന്നതാണ്. जैसा आत्मा का उद्धार फटाक से पलक झपकते ही हुआ, അതുപോലെ തന്നെ उसी तरह നമ്മുടെ ശരീരത്തിന്റെ രക്ഷയും ഒറ്റ ക്ഷണത്തിൽ നടക്കാൻ പോകുന്നു. हमारे शरीर का उद्धार भी फटाक से होने वाली बात है. എന്നാൽ അത് ഇതുവരെ നടന്നിട്ടില്ല. अभी तक शरीर का उद्धार हुआ नहीं है. നമ്മൾ ആരും ഈ ശരീരത്തിന്റെ രക്ഷയുടെ അനുഭവത്തിലല്ല. अब अभी आज तक कोई भी ये शरीर का उद्धार का पूर्णता में पहुंचा नहीं है. എന്നാൽ രക്ഷിക്കപ്പെടാൻ പോവുകയാണ്. क्योंकि ये उद्धार होने वाला है. അത് കർത്താവ് വരുമ്പോഴേ, वो प्रभु का आगमन में होगा. അതുകൊണ്ടാണ് റോമാലേഖനം 13:11 വായിക്കുന്നു. इसलिए रोमियो 13:11 में आप पढ़ते हैं. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്നും ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. Amen. രക്ഷ ഇപ്പോൾ അധികം നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏത് രക്ഷയാ? നമ്മുടെ ശരീരത്തിന്റെ രക്ഷ. पढ़ेंगे 13:11 रोमियो. समय को पहचान कर ऐसा ही करो, इसलिए कि अब तुम्हारे लिए नींद से जाग उठने की घड़ियां पहुंची है. क्योंकि जिस समय हमने विश्वास किया था उस समय के विचार से अब हमारा उत्साह निकट है. हमारा उद्धार निकट है. मतलब कौन सा उद्धार का बात है? जो भविष्य में होने वाला उस उद्धार का, मतलब हमारा देह का उद्धार. അപ്പൊ ചിലർ വിചാരിക്കുമ്പോ നമുക്ക് ഈ ലോകത്തെ ജീവിതത്തിലൊന്നും രക്ഷിക്കപ്പെടാൻ പറ്റിയല്ല. अब कुछ लोग ये वाक्य पढ़कर बोलते हैं अब ये दुनिया में थोड़ी हम लोग उद्धार पा सकते हैं. അങ്ങനെയാണോ അതിന്റെ അർത്ഥം? ऐसा है क्या वाक्य का अर्थ? അങ്ങനെയല്ല. ऐसा नहीं है प्रिय. അതൊക്കെ അറിവില്ലായ്മയുടെ ഫലം. वो सब हमको कमी, जानकारी कमी होने की वजह से നാം രക്ഷിക്കപ്പെട്ടവരാണ്. हम लोग उद्धार पाए हुए लोग हैं. ഓരോ ദിവസവും നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. और एक दिन हम लोग उद्धार पाते जा रहे हैं. എന്നാൽ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. लेकिन उसका पूर्तिकरण में हम पहुंच रहे हैं. എപ്പോഴാണ്? कभी അത് കർത്താവ് വരുമ്പോൾ. वो प्रभु के आगमन में. ഇവിടെ നമുക്കറിയാം നമ്മുടെ ഈ തലമുറയിൽ നമ്മുടെ കർത്താവ് വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. मेरा यही विश्वास है कि मेरा प्रभु यही पीढ़ी में अभी आएगा. അത് മാത്രമല്ല, അതിന് നീണ്ടുപോകുകയല്ല, അത് വളരെ വേഗം നടക്കും. और वो अभी वो ज्यादा लंबा जाने वाला नहीं है. कुछ पलों में, कुछ महीनों में ही होगा वो. അതുകൊണ്ട് നമുക്ക് എപ്പോഴും അതിനുള്ള ഒരുക്കമുണ്ടായിരിക്കണം. इसके लिए हमें हमेशा उस प्रभु का आगमन के लिए हमें तैयार रहना है. കാരണം ആ സമയത്ത് പിന്നെ നമുക്ക് ഒരുങ്ങുന്ന സമയം ഉണ്ടായിരിക്കും. क्योंकि उस दिन वो समय में हमको तैयारी कर, उसके बाद नहीं होगा. കാരണം ഈ രക്ഷയുടെ ഒരു പ്രത്യേകത പറയാം. क्योंकि ये उद्धार का खासियत है. അതെന്നാ പറയാം? वो क्या है? നമ്മൾ 1 കൊരിന്ത്യർ 15 അധ്യായം അതിന്റെ 52 മുതൽ 54 വരെ വായിക്കുമ്പോൾ, पहला कुरिन्थी 15 अध्याय उसका 52 से 55 तक. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണമിക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യതയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യതയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാൻ കഴിയേണ്ടത്, ഇത് പെട്ടെന്ന് സംഭവിക്കുന്നുള്ളതാണ്. 52 से 54 तक पढ़ेंगे. पहला कुरिन्थी 15 अध्याय. और यह क्षण भर में पलक मारते ही अंतिम सूर्य उगते ही होगा, क्योंकि सूर्य फूंकी जाएगी और मुर्दे अविनाशी दशा में उठाए जाएंगे और हम बदल जाएंगे. क्योंकि अवश्य है कि यह नाशवान देह अविनाश को पहन ले और यह मरणहार देह अमरता को पहन ले. और जब यह नाशवान अविनाश को पहन लेगा और यह मरणहार अमरता को पहन लेगा, तब वह वचन जो लिखा है पूरा हो जाएगा, जय ने मृत्यु को निगल दिया है. അപ്പോൾ നമ്മുടെ ഈ ശരീരത്തിന്റെ വീണ്ടെടുപ്പും പെട്ടെന്ന് നടക്കുന്ന मतलब हमारा शरीर का ये उद्धार भी पलक झपकते ही हो जाएगा. കർത്താവിന്റെ വരവിൽ हमारा प्रभु का आगमन में. ഒന്നുകൊണ്ട് വാക്കുകളുടെ പേര് ഓർപ്പിക്കാം. एक दो बातें पढ़ाना चाहता हूँ. ഫിലിപ്പിയർ 3:20-21. फिलिपियों का पुस्तक 3 अध्याय 20 और 21. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്നും കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. पढ़ेंगे फिलिपियों 3 का 20 और 21. पर हमारा प्रदेश स्वर्ग पर है और हमें
പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, നമ്മുടെ കർത്താവിന്റെ വരവിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? നമ്മുടെ ഈ ശരീരം പൂർണ്ണമായും രൂപാന്തരം പ്രാപിച്ച് തന്റെ ശരീരം പോലെ ആയിത്തീരാൻ പോകും. अब एक हमें हमारा अवस्था क्या होगा, हमारा शरीर क्या होगा, रूपांतर होकर प्रभु का आगमन में उनके शरीर के समान हो जाएगा. അതിന് ഒരു വാക്ക് വായിപ്പിക്കട്ടെ. वो उसके लिए एक और वाक्य पढ़ना चाहूंगा ചില സവിശേഷതകൾ പറയാം. और फिर उसका कुछ खासियत मैं बताऊंगा. മൂന്നാം അധ്യായം 1 യോഹന്നാൻ 3:2. पहला യോഹന്നാൻ 3:2. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. उधर हम इस तरह पढ़ते हैं. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. पहला യോഹന്നാൻ 3:2. हे प्रियो, अब हम परमेश्वर की संतान हैं और अभी तक यह प्रकट नहीं हुआ कि हम क्या कुछ होंगे. इतना जानते हैं कि जब वह प्रकट होगा तो हम उसके समान होंगे, क्योंकि उसको वैसा ही देखेंगे जैसा वह है. അപ്പോൾ നമ്മളിവിടെ കർത്താവിന്റെ വരവിൽ നമ്മുടെ ശരീരം രൂപാന്തരപ്പെട്ട് കഴിയുമ്പോൾ കർത്താവിന്റെ ശരീരം പോലെ നമ്മുടെ ശരീരമായിത്തീരും. तो इसके लिए जब प्रभु आएगा, जब प्रभु तब हम रूपांतर होंगे, तो प्रभु के समान, उनके देह के समान हम हो जाएंगे, रूपांतर हो जाएंगे. നിങ്ങളുടെ സമയം കിട്ടുന്ന പോലെ ഒരു ഭാഗം വായിക്കുക. ഞാനൊരു ഭാഗം നിങ്ങൾക്ക് തരാം. हाँ, मैं आप लोग को होमवर्क के रूप में आपको एक भाग पढ़ने के लिए मैं देता हूँ. ഈ പുനരുത്ഥാന ശരീരത്തിന്റെ 10 പ്രത്യേകതകൾ അടങ്ങിയ ഒരു ഭാഗം. हाँ, ये पुनरुत्थान का शरीर का 10 गुण या खासियत के बारे में एक वाक्य है. 1 കൊരിന്ത്യർ 15:35 മുതൽ 53 വരെയുള്ള വാക്യങ്ങളാണ്. पहला कोरिन्थी 15 अध्याय 35 से 53 तक है. पहला कोरिन्थी 15 अध्याय 35 से 53 तक. അപ്പൊ അവിടുത്തെ പ്രത്യേകതകൾ ഒരു 10 പ്രത്യേകതകൾ ഞാൻ പറഞ്ഞു പോകാം. हाँ, उधर 10 विशेष गुण हैं जो पुनरुत्थान के शरीर के विषय में मैं फटाक से बता देता हूँ, കാരണം സമയത്തിന്റെ പരിധി കൊണ്ടാണ്. क्योंकि समय की कमी की वजह से. അപ്പോൾ ഒന്ന്, ദ്രവത്വം മാറി അദ്രവത്വം പ്രാപിക്കും. അതിന്റെ 42 വാക്യം 15-42. उसका 42 पढ़ेंगे. सड़ाहट हटेगा और हाँ हाँ, तो नाशवान में बोया जाएगा. अविनाशी मतलब अविनाशी शरीर हमको मिलेगा. അപ്പൊ ഞാൻ ഈ വചനം എല്ലാം വായിപ്പിക്കാത്തത് സമയക്കുറവുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. तो मैं इस पूरा वाक्य में पढ़ाऊंगा नहीं, इसलिए आप खाली वो पॉइंट्स फटाक से वाक्य का पॉइंट उसका आधार है, बस वही पढ़ाना चाहता हूँ समय बचाने के लिए. രണ്ടാമത്തെ കാര്യം, അപമാനം മാറി തേജസ് പ്രാപിക്കും. हाँ, 43 में आप देखते हैं अनादर में बोया जाएगा, महिमा प्राप्त होगा. 3, ബലഹീനത മാറി ശക്തി പ്രാപിക്കും. तीसरा हम देखते हैं वही 43 में कमजोरी हटेगा और सामर्थ्य पाएगा. 4, പ്രാകൃതം മാറി ആത്മീയത്തെ പ്രാപിക്കും. हाँ, 44 में आप पढ़ते हैं स्वाभाविक हटकर आत्मिक शरीर मिलेगा. 5, മർത്യത മാറി അമർത്യത പ്രാപിക്കും. वाक्य 54. सॉरी, 54 में हम पढ़ते हैं कि अमरता हटेगा, सड़ाहट का हटेगा और असड़ने का अवस्था मिलेगा. 6, ക്ഷയം മാറി അക്ഷയത പ്രാപിക്കും. हाँ, और वही 54 में क्षय जो कुछ समय का है उसको हटकर अमरता का अवस्था में पहुंचेगा. താഴ്ച മാറി മഹത്വം പ്രാപിക്കും. और उसके आगे हम पढ़ते हैं कि जो छोटा वाला अवस्था को हटकर महिमादायक मिलेगा. മരണം മാറി നിത്യത പ്രാപിക്കും. मृत्यु अगला है, मृत्यु हटेगा, अनंतता मिलेगा. ഭൗമ ശരീരം മാറി സ്വർഗീയ ശരീരം പ്രാപിക്കും. और भूमि का शरीर हटेगा और स्वर्गीय शरीर मिलेगा. അവർ മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ മാറി സ്വർഗീയന്റെ പ്രതിമ ധരിക്കും. और फिर मिट्टी का शरीर हटेगा, स्वर्गीय का शरीर को धारण करेगा. അപ്പോൾ ഇതാണ് നമുക്ക് ലഭിക്കാൻ പോകുന്ന ശരീരത്തിന്റെ 10 വിധ പ്രത്യേകതകൾ. यही हमने शरीर को, आपको जो महिमादायक शरीर प्राप्त करने का 10 गुण के बारे में खासियत को हमने देखा. ഇത് ദൈവമക്കൾക്ക് അറിയാവുന്ന എനിക്ക് വിചാരം. ये सब प्रभु के लोगों को जानते हैं, ये मैं विश्वास करता हूँ. അപ്പോൾ ഇനി ഈ ശരീരത്തിന്റെ ഒരു പ്രത്യേകതയോടെ പറഞ്ഞു ഞാൻ നിർത്താം. और ये शरीर का एक खासियत को भी बताना चाहता हूँ. ഈ ശരീരത്തിന്റെ ഒരു പ്രത്യേകത, ये शरीर का खासियत ये है, ഇത് അനായാസം എവിടെയും സഞ്ചരിക്കുകയും ചെയ്യാം, എവിടെയും പ്രത്യക്ഷപ്പെടുകയും ചെയ്യാം. हाँ, बोले ये शरीर का खासियत है कि हम लोग कहाँ पर अचानक किधर भी हम लोग प्रतिष्ठित हो सकते हैं. इसको हमारे देह जैसा कमजोरी नहीं है, किधर हम इच्छा रखेगा अचानक उधर हम प्रकट हो सकते हैं. ഇപ്പൊ നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ വണ്ടി വേണം, വെള്ളം വേണം, പ്ലേറ്റ് വേണം, ഇതൊക്കെ വേണം. പക്ഷേ ഈ ശരീരത്തിന് നമുക്ക് അങ്ങനെ ഒന്നും വേണ്ട. तो अभी हमको ये देह में खासियत क्या है, कमजोरी की वजह से हमको गाड़ी चाहिए, हमको चलना पड़ेगा, सवारी करना पड़ेगा, फ्लाइट पकड़ना पड़ेगा, ट्रेन पकड़ना पड़ेगा दूसरा जगह पे जाने के लिए. ഇത് എവിടെയും കിടന്നില്ല, ഒരു അടഞ്ഞു കിടക്കുന്ന റൂമിലും കിടന്നില്ല, ഏത് ഗുഹയിലും കിടന്നില്ല, എവിടെയും കിടന്നില്ല. लेकिन महिमादायक शरीर का खासियत है कि बंद कमरे में भी हम प्रवेश कर सकते हैं, कोई भी गुफा में हम लोग जा सकते हैं, किधर भी अन्य जगह बस
सोचने का देरी है, हम वहां पर पहुंच जाएंगे। അപ്പോൾ നമ്മുടെ വിചാരത്തിന്റെ സ്പീഡിൽ യാത്ര ചെയ്യുന്ന ഒരു ശരീരമാണ്. यानी कि हमारा विचार का सामर्थ्य से स्पीड में चलने वाला प्रकट होने का ये शरीर है। നമുക്ക് പറയാൻ ഒരുപാട് കാര്യമുണ്ടെങ്കിലും ഞാൻ സമയത്തിന്റെ പരിധി കൊണ്ട് അങ്ങ് നിർത്തുക വേഗം. मैं बोलने के लिए बहुत कुछ है, लेकिन समय को सीमा रखते हुए बताना चाहता हूँ। ഒരു ഒന്നുണ്ട് വാക്യം വായിപ്പിക്കാം. एक दो वाक्य पढ़ा लेता हूँ। യോഹന്നാൻ 20:19. യോഹന്നാൻ 20:19. ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ വാതിൽ അടഞ്ഞു കിടക്കുന്ന റൂമിൽ നമുക്ക് കടന്നു പോകാം. हाँ, तो वहाँ पर 20:19 का आखिरी भाग में देखो, जब चेले लोग अंदर डरते हुए भय से वो लोग बैठे समय में दरवाजा बंद था, प्रभु उनके बीच में आया, तुमको शांति हो करके बोला। मतलब बंद दरवाजे के कमरे में भी बिना दरवाजा खोले ही अंदर जा सकते हैं। എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ശരീരത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഒരുപാട് വിശദീകരിക്കുന്നില്ല. ये महिमादायक शरीर के बारे में पहले भी बहुत सारे बोला, इसलिए ज्यादा वर्णन नहीं कर रहा। അപ്പോൾ രണ്ടാമത്തെ കാര്യം, दूसरी बात है, ഈ ശരീരത്തിൽ വസിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ആഹാരം കഴിക്കാം, വേണമെങ്കിൽ കഴിക്കണ്ട. ആ ആഹാരത്തിന് വേണ്ടിയുള്ള വിശപ്പോ ദാഹമോ പ്രയാസവും ഇല്ല. हाँ, और ये महिमादायक शरीर का खासियत दूसरा गुण हम देखते हैं कि ये इसको भोजन खाकर टिकाने का जरूरत नहीं है। अगर भोजन चाहिए तो खा सकते हैं, नहीं चाहिए तो नहीं खा सकते। हम लोग स्वाद के लिए खा रहे हैं, पेट भरने के लिए नहीं खा रहे। മറ്റുള്ളവരുടെ തൃപ്തിക്ക് വേണ്ടി കഴിക്കാം, या दूसरों को खुश करने के लिए, दूसरों के साथ संगति रखने के लिए हम लोग स्वाद के लिए खा रहे, पेट भरने के लिए नहीं। ഒരു വാക്യം വായിക്കാം. एक वाक्य पढ़ते हैं, ലൂക്കോസ് 24 അധ്യായം അതിന്റെ 42-43 വാക്യം. लूका का सुसमाचार 24वां अध्याय 42-43। അവർ ഒരു കണ്ടം വറുത്ത മീനും ഒരു തേൻകട്ടി അവന് കൊടുത്തു. അത് അവൻ വാങ്ങി അവർ കാണുക തിന്നു. അവർ കാണുക കർത്താവ് ഉയർച്ചെഴുന്നേറ്റ കർത്താവ് അത് ഭക്ഷിച്ചു. पुनरुत्थानित हुआ प्रभु यीशु मसीह, उधर हम देखते हैं, उधर वो बैठा था, उधर एक मच्छी उसको फ्राई करके रखा। उसने क्या किया, उसका 43 पढ़ेंगे, 24 का 43 लूका। हाँ, उसे लेकर उनके सामने, बस संगति के लिए खाया, पेट भरने के लिए नहीं। അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടായിട്ടില്ല, तो मतलब उसको भूख लगा रहा, इसके लिए नहीं खाया, എങ്കിലും അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി. लेकिन वो भाइयों के साथ का सहभागिता के लिए खाया। പറയുന്ന സാരം നമുക്ക് വേണമെങ്കിൽ ഈ ശരീരത്തിൽ നമുക്ക് ഭക്ഷണം കഴിക്കാം. अब यानी कि मेरा कहने का उद्देश्य है कि महिमादायक शरीर का खासियत क्या है, जरूरत है तो संगति के लिए खाएंगे, भूख भरने के लिए नहीं। പിന്നെ ഈ ഉയർത്തെഴുന്നേറ്റ ശരീരത്തിന്റെ ഒരു പ്രത്യേകത പറയാം. और एक विशेष गुण बताना चाहता हूँ, ഈ ശരീരത്തിന് മാംസവും അസ്ഥിയും ഉണ്ടായിരിക്കും. ये शरीर में मांस और हड्डी रहेगा, രക്തം ഉണ്ടായിരിക്കില്ല, लेकिन लहू नहीं रहेगा। മാംസവും അസ്ഥിയും ഉണ്ടായിരിക്കും. मांस और हड्डी रहेगा, കാരണം കർത്താവ് എഴുന്നേറ്റ അതേ ശരീരം പോലെ ആയിരിക്കും നമ്മുടെ ശരീരം. क्योंकि प्रभु जैसा रूपांतरित होकर पुनरुद्धान होकर चेले को प्रकट हुआ, वैसे ही समान सेम टू सेम शरीर हमको मिलने वाला है। നമുക്ക് അതിനും ഒരു വാക്യം വായിക്കാം. एक वाक्य पढ़ेंगे, ലൂക്കോസ് 24:39-40. वही लूका का सुसमाचार 24वां अध्याय 39 and 40। ഞാൻ തന്നെയാകുന്നു എന്ന് എന്റെ കയ്യും കാലും നോക്കി അറിയുവിൻ, എന്നെ തൊട്ടു നോക്കുവിൻ. എനിക്ക് കാണുന്നത് പോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയും ഇല്ല. ഭൂതത്തിന് മാംസവും അസ്ഥി ഇല്ല, എന്നാൽ കർത്താവിനുണ്ടായിരുന്നു, അതുപോലെ നമുക്കും ഉണ്ടായിരിക്കും. जल्दी पढ़ेंगे 39 को, 24-39 लूका। मेरे हाथ और मेरे पाँव को देखो कि मैं वही हूँ, मुझे छूकर देखो, क्योंकि आत्मा के हड्डी मांस नहीं होता जैसा तुम मुझे देखते हो। हाँ, मतलब आत्मा को, यानी दुष्ट आत्मा या आत्मा को ऐसा मांस और हड्डी नहीं है, लेकिन मुझे है, हड्डी और मांस है, मुझे छू कर देखो। Praise the Lord. आमेन। ദൈവമക്കളെ, നമുക്ക് ലഭിക്കാൻ പോകുന്ന ശരീരം എത്ര ശ്രേഷ്ഠമാണ്. आमेन। हमको इसलिए भी प्रभु यीशु मसीह का समान हमको शरीर मिलने वाला है, और वो शरीर कितना श्रेष्ठ शरीर है प्रियो, അതെ, കർത്താവിന്റെ അതേ ശരീരം പോലൊരു ശരീരം. और वो प्रभु के समान का शरीर हमको मिलेगा। ആ ശരീരത്തിൽ നമുക്ക് എവിടെയും ഏത് സ്ഥലത്തും അവിടെ നമുക്ക് ഓക്സിജൻ ഒന്നും കൊണ്ടുപോകണ്ട. ഇന്ന് ചന്ദ്രമായിലോ ചൊവ്വായിലൊക്കെ പോകുമ്പോൾ അതുപോലെയുള്ള ഒന്നും വേണ്ട കേട്ടോ, അങ്ങനെയുള്ള യൂണിഫോം ഒന്നും വേണ്ട. നമുക്ക് ലഭിക്കുന്ന ശരീരത്തിലൂടെ നമുക്ക് ഒരു ക്ഷണത്തിൽ നമുക്ക് പിന്നെ സ്വർഗത്തിലെത്താം, ഒരു ക്ഷണത്തിൽ നമുക്ക് പുതിയ യെരുശലേമിലെത്താം. നമുക്ക് അങ്ങനെ യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു ശരീരമായി. तो आज हमारे दुर्बल शरीर के समान अंतरिक्ष में जाने के लिए, चंद्रयान में जाने के लिए हमको जो ऑक्सीजन कंटेनर लेकर जाना पड़ता है, तैयारी लेकर जाना पड़ता है, यूनिफॉर्म पहन कर जाना पड़ता है, उस तरह का कमजोरी नहीं है। हमें बस हमें सोचना है, वो जगह पर हम पहुंच जाएंगे। स्वर्ग जाना तो तुरंत स्वर्ग में पहुंचेंगे, नवा यरूशलेम में जाना तो तुरंत नवा यरूशलेम में पहुंचेंगे, भूमि में जाना तो तुरंत भूमि में पहुंचेंगे। बस हमारा विचार का देरी है। നമ്മുടെ കർത്താവിന് 3 പദവികൾ ഉണ്ടായിരുന്നു. हमारा प्रभु को 3 पदवी था, അതോടെ പറഞ്ഞ് അവിടെ നിർത്തുക. उसको बोलकर मैं खत्म करता हूँ। അവിടുന്ന് പ്രവാചകനായിരുന്നു, वो एक भविष्यवक्ता था, അവിടുന്ന് പുരോഹിതനായിരുന്നു, वो एक याजक था, അവിടുന്ന് രാജാവായിരുന്നു, और वो एक राजा था। അവിടുന്ന് പ്രവാചകനായി വന്ന് നമുക്ക് വേണ്ടി മരിച്ചു. वो भविष्यवक्ता बनकर हमारे लिए मरा, അവിടുന്ന് മഹാപുരോഹിതനായി ഇന്നും ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. और महायाजक के रूप में अभी भी वो बना रहकर पिता के दाहिने ओर बैठकर हमारे लिए मध्यस्थी करता है। എന്നാൽ ഇനി അവിടുത്തെ രാജാവായി നമുക്കായി വരും. और अभी वो राजा बनकर हमारे लिए
वापस आएगा, ആ വരവിന് വേണ്ടി നാം കാത്തിരിക്കണം. उस आगमन के लिए हमें इंतजार कर रहा है. ആ നമ്മുടെ മഹാരാജാവിന്റെ രാജാതി രാജാവിന്റെ കർത്താതി കർത്താവിന്റെ വരവിന് വേണ്ടി നാം ഒരുങ്ങി കാത്തിരിക്കണം. इसलिए उस राजा का आगमन के लिए हम लोग जागरूक रहे, हम इंतजार करते रहे. ഇതാ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. यही मुझे आप लोगों को बोलना था. നമ്മൾ നിലയാത്ത നാളിൽ നമ്മുടെ കർത്താവ് വരും. अब जो सोच नहीं सकते ऐसा पल प्रभु आएगा, ആ കർത്താവിന്റെ വരവിന് വേണ്ടി നാം ഒരുങ്ങിയിരിക്കണം. उस प्रभु का आगमन के लिए हम इंतजार करें. ഇന്ന് വരുമെങ്കിൽ നമ്മൾ അവിടുത്തെ വരവിന് വേണ്ടി നാം ഒരുങ്ങിയിട്ടുണ്ടോ? अगर आज प्रभु आ रहा है तो क्या हम उसके लिए तैयार है क्या? Praise the Lord. Praise the Lord. നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. हमें आपस आओ, हमें अपने आप से पूछे. ദൈവമക്കളെ, ഓരോ ദിവസവും हमें प्रिय एक एक दिन രക്ഷിക്കപ്പെട്ടവരായ നമ്മൾ हम लोग जो उद्धार पाए हुए हम लोग, നമ്മുടെ പ്രാണന്റെ രക്ഷയിൽ തുടർന്നുകൊണ്ടിരുന്നത് और हम लोग वो जो हमारे प्राण के उद्धार के लिए हम लोग जो बढ़ते जा रहे हैं, ഒരിക്കലും നനയ്ക്കാത്ത നാളിൽ വരുന്ന കർത്താവിനെ എതിരേൽപ്പാൻ ശരീരത്തിൽ നമുക്ക് ഒരുക്കത്തോടെ ആയിരിക്കാം. आओ हम लोग ऐसा समय पर जो प्रभु आएगा जो कभी सोच भी नहीं सकता, ऐसे समय में के लिए तैयारी में रहते हैं. हमारे शरीर में भी हम तैयार रहे. നാം കേട്ട വചനത്തിന് മുമ്പിൽ നമ്മുടെ ഒരുക്കം എത്രത്തോളമായി? हम लोग सुना हुआ वचन के सामने हम लोग कितना तैयारी में है. നമുക്ക് നമ്മളെ തന്നെ ശോധന കഴിക്കാം. आओ हम अपने आप को परखे. എനിക്ക് വളരെ നന്ദിയുണ്ട്. मैं बहुत धन्यवाद हूँ करता हूँ. വളരെ ദിവസങ്ങളായിട്ട് ഈ വിഷയം നമ്മൾ അനേക നിലകളിൽ അനേക കോണുകളിൽ നിന്നുകൊണ്ട് നമ്മൾ പഠിക്കുകയായിരുന്നു. ये हमें इस विषय में, प्राण के उद्धार के विषय में अलग अलग क्षेत्रों से, अलग अलग भागों से वचन लेकर हम सीख रहे थे. എനിക്ക് തോന്നുന്നു ഒരു 10-40 ക്ലാസ് അങ്ങ് പോയി. इसके लगभग 40-50 क्लास तो इसमें गया होगा, നിങ്ങളത് ശ്രദ്ധിക്കണം. लेकिन आप लोग ध्यान देना, അതിന്റെ വിവിധ വശങ്ങളാണ് പറഞ്ഞത്. उसका अलग अलग रीतियों को हम लोग अलग अलग भागों को बताया. ഇനിയും പറയാൻ ഒരുപാടുണ്ട്. बोलने के लिए और भी कुछ है, बहुत है, എങ്കിലും ഞാനിപ്പോ ഇവിടെ നിർത്തിയ लेकिन अभी इधर ही मैं खत्म करना चाहता हूँ. നമ്മുടെ കർത്താവ് ഈ സമയത്ത് വരാം. हमारा प्रभु कभी भी आ सकता है. കർത്താവിനോട് നമ്മൾ ഒരുങ്ങണം. उस प्रभु के लिए हम तैयार रहे. ഓരോ കാര്യങ്ങളും നമ്മൾ ദൈവഗതത്തിൽ തന്നെ നമ്മൾ ചെയ്യണം. एक एक बातें हम लोग प्रभु की इच्छा के अनुसार हम करें. ഞാനല്ല കർത്താവിൽ ജീവിക്കുന്ന നമ്മൾ ഉറപ്പുവരുത്തണം. मैं नहीं बल्कि मसीह मुझ में जी रहा है करके ये बात को पक्का मजबूत करें. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. प्रभु हमको सहायता करे. നമുക്ക് എല്ലാവർക്കും നമ്മളെ തന്നെ സമർപ്പിക്കാം. आओ हम लोग सब लोग समर्पण करें. നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്തുൽ ബ്രദർ നമ്മളെ പ്രാർത്ഥനയെ സഹായിക്കും. हम लोग सब प्रार्थना में बने रहेंगे. भाई अतुल हमको प्रार्थना में